ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായസേദേയദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം തുടരുന്നു. ഭഗവാന്റെ അവതാര അധ്യായം വളരെ വിശദമായിട്ട് നമ്മൾ 6 ക്ലാസുകളെ കൊണ്ട് കണ്ടു. ഇനിയും ഭഗവാന്റെ അവതാര അനന്തരമുള്ള കഥകൾ നമ്മൾ കാണാൻ പോകുന്നു. നമ്മളിപ്പോ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദശമസ്കന്ധം 4ാം അധ്യായം. ആ 4-ാം അധ്യായം പ്രധാനമായിട്ടും കംസൻ ദേവകി പ്രസവിച്ച വിവരമറിഞ്ഞ് പരിഭ്രമിച്ചുകൊണ്ട് തന്റെ അന്തകൻ പിറന്നു എന്നുള്ള ആ വിചാരത്തോടെ, ഭയത്തോടെ ഓടി വന്ന് ദേവകിയുടെ കയ്യിലുള്ള കുട്ടിയെ പിടിച്ച് പറിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന രംഗമാണ് ആദ്യം. ദേവകി പരമാവധി അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ദയനീയമായ രീതിയിൽ തന്റെ സഹോദരനോട് അഭ്യർത്ഥിച്ചുകൊണ്ട്. പക്ഷേ ക്രൂരനായിട്ടുള്ള കംസൻ അതിൽ നിന്ന് പിന്തിരിയുന്നില്ല. കുട്ടിയെ പിടിച്ച് പറിച്ച് പാറക്കല്ലിലേക്ക് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് സാക്ഷാൽ യോഗമായാദേവി ഭഗവതി അഷ്ടഭുജങ്ങളോടുകൂടി വിവിധ ആയുധങ്ങളോടുകൂടി ആകാശത്തേക്ക് ഉയർന്ന് എല്ലാ ദേവന്മാരാലും മറ്റുള്ള ദേവവർഗത്താലുമെല്ലാം ആരാധിക്കപ്പെട്ടുകൊണ്ട് ദർശനം കൊടുക്കുന്ന ആ ഒരു കാഴ്ച, അതാണ് ആദ്യ ഭാഗം. അത് കഴിഞ്ഞ് കംസൻ നിരാശനായി. എന്നാൽ ഒരു മനസ്സിനൊരു അല്പനേരത്തേക്കൊരു മാറ്റം വന്നു ദേവിയുടെ കാല് പിടിച്ചതുകൊണ്ട്. സത്സംഗം തന്നെയാണത്. അപ്പൊ അങ്ങനെ മനസ്സിന് മാറ്റം വന്ന് ദേവകി വസുദേവന്മാരെ കാരാഗൃഹത്തിൽ നിന്ന് തുറന്നു വിടുന്നതും ചങ്ങലയെല്ലാം അഴിച്ചു വിടുന്നതുമായിട്ടുള്ള രംഗങ്ങളും അവരോട് ക്ഷമാപണം ചെയ്യുന്നതുമായിട്ടുള്ള രംഗങ്ങളുമാണ്. ശേഷം കംസൻ തിരിച്ചു പോകുന്നു. നേരം പുലരുമ്പോഴേക്കും മറ്റ് അസുര സ്വഭാവമുള്ള കംസന്റെ ഭൃത്യന്മാർ, മന്ത്രിമാരും മറ്റുമൊക്കെ വരുന്നു. പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, പൂതന മുതലായിട്ടുള്ളവരൊക്കെ വരുന്നു. അവര് ഈ വിവരമെല്ലാം അറിഞ്ഞ് കംസനെ വേണ്ടാത്തതൊക്കെ ഉപദേശിക്കുന്നു. അങ്ങനെ ദുസ്സംഗം കൊണ്ട് പെട്ടെന്ന് തന്നെ കംസനിൽ ഉണ്ടാകുന്ന ആ മാറ്റവും ദുഷ്ട സ്വഭാവവും നമുക്ക് ഉടനെ തന്നെ കാണാം. അങ്ങനെ തന്റെ ഭൃത്യന്മാരായ അസുരന്മാരെയെല്ലാം എല്ലാ ദിക്കിലേക്കും കുട്ടികളെ കൊല്ലാനായിട്ട് ആജ്ഞാപിച്ചയക്കുന്ന രംഗത്തോടു കൂടിയിട്ടാണ് ഈ അധ്യായം സമാപിക്കുന്നത്. അതിന്റെ തുടർച്ച പിന്നെ അടുത്ത അധ്യായത്തിൽ. അപ്പൊ ഈ 4-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. എന്നിട്ട് ഓരോ ശ്ലോകമായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ 4ാധ്യായഃ. ശ്രീശുക ഉവാച. ബഹിരന്തഃ പുരദ്വാരഃ സർവാः പൂർവവദാവൃതാः തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാः സമുത്ഥിതാः തേ തു തൂർണമുപവ്രജ്യ ദേവക്യാ ഗർഭജന്മതത് ആചഖ്യുർഭോജരാജായ യദുദ്വിഗ്നഃ പ്രതീക്ഷത്തെ. സതൽപാത്തൂർണമുത്ഥായ കാലോയമിതി വിഹ്വലഃ സൂതീഗൃഹമഗാത്തൂർണം പ്രസ്ഖലൻ മുക്തമൂർധജഃ. തമാഹ ഭ്രാതരം ദേവി കൃപണാ കരുണം സതി സ്നുഷേയം തവ കല്യാണ സ്ത്രിയം മാഹന്തുമർഹസി.
ബഹവോ ഹിംസിതാ ഭ്രാതഃ ശിശവഃ പാവകോപമാഃ ത്വയാ ദൈവനിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം നന്വഹം തേ ഹ്യപരജാദീനാ ഹതസുതാ പ്രഭോ ദാതുമർഹസി മന്ദായാഃ അംഗേ മാം ചരമാം പ്രജാം. ശ്രീശുക ഉവാച ഉപഗുഹ്യാത്മജാം ഏവം രുദത്യാദീനദീനവത് യാചിതസ്താം വിനിർഭൽസ്യ ഹസ്താദാചിച്ഛിദേ കലഹ താം ഗൃഹീത്വാ ചരണയോഃ ജാതമാത്രാം സ്വസുസുതാം അബോധയത്ശിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദഃ സാ തദ്ഹസ്താൽ സമുത്പത്യ സദ്യോ ദേവ്യംബരം ഗദാ അദൃശ്യതാനുജാ വിഷ്ണോഃ സായുധാഷ്ടമഹാഭുജാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ദിവ്യസ്രകംബരാലേപരത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധരാ സിദ്ധചാരണ ഗന്ധർവൈരപ്സര കിന്നരോരഗൈഃ ഉപാഹൃതോരുബലിഭിഃ സ്തൂയമാനേതമബ്രവീത്. കിം മയാ ഹതയാ മന്ദ ജാതഃ ഖലു തവാന്തകൃത് യത്ര ക്വ വാ പൂർവശത്രുഃ മാഹിംസീഃ കൃപണാൻ വൃഥാ. ഇതി പ്രഭാഷ്യ തം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമനികേതേഷു ബഹുനാമാ ബഭൂവഃ. തയാ വിഹിതമാകർണ്യ കംസഃ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ ബ്രവീത്. അഹോ ഭഗിന്യഹോ ഭാമ മയാ വാം ബദ പാപ്മന പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാ സുതാഃ. സത്വഹം ത്യക്തകാരുണ്യഃ ത്യക്തജ്ഞാതിസുഹൃദ്ഖലഃ കാം ലോകാൻ വൈഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ. ദൈവമപ്യനൃതം വക്തി ന മർത്യായേവ കേവലം യദ്വിസ്രംബാദഹം പാപഃ സ്വസുർനിഹതവാൻ ശിശൂൻ. മാ ശോചതം മഹാഭാഗൗ ആത്മജാൻ സ്വകൃതം ഭുജഃ ജന്തവോ ന സദൈകത്ര ദൈവാധീനാസ്തദാസത്തെ. ഭുവി ഭൗമാനി ഭൂതാനി യദാ യാന്ത്യപയാന്തി ച നായമാത്മാ തഥൈതേഷു വിപര്യേതി യഥൈവ ഭൂഃ. യദാനേവം വിദോ ഭേദോ യത ആത്മവിപര്യയഃ ദേഹയോഗ വിയോഗൗ ച സംസൃതിർന നിവർത്തത്തെ. തസ്മാത് ഭദ്രേ സ്വതനയാൻ മയാ വ്യാപാദിതാനപി മാനുഷോ ച യതഃ സർവഃ സ്വകൃതം വിന്ദതേ വശഃ. യാവദ്ധതോസ്മി ഹന്താസ്മീത്യാത്മാനം മന്യതേ അസ്വദൃക് താവത്തദഭിമാന്യജ്ഞോ ബാധ്യബാധകദാമിയാത്. ക്ഷമദ്വം മമ ധൗരാത്മ്യം സാധവോ ദീനവത്സലാഃ ഇത്യുക്ത്വാ അശ്രുമുഖഃ പാദൗ സ്യാലശ്വശ്രോരദാഗ്രഹീത. മോചയാമാസ നികടാത് വിസ്രബ്ധഃ കന്യകാഗിരാ ദേവകീം വസുദേവം ച ദർശയൻ ആത്മസൗഹൃദം. ഭ്രാതുസ്സമനുതപ്തസ്യ ക്ഷാന്ത്വാ രോഷം ച ദേവകീ വ്യസൃജത് വസുദേവശ്ച പ്രഹസ്യ തമുവാചഃ. ഏവമേതന്മഹാഭാഗ യദാ വദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹം ധീഃ സ്വപരേതി വിദായതഃ. ശോകഹർഷഭയദ്വേഷലോഭമോഹമദന്വിതാഃ
മിഥോഗ്നന്ദം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശഃ. ശ്രീശുക ഉവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതോ വിശദ്ഗൃഹം. തസ്യാം രാത്ര്യാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണഃ തേഭ്യ ആചഷ്ട തൽസർവം യദുക്തം യോഗനിദ്രയാ. ആകർണ്യ ഭർത്തുർഗദിതം തമൂചുർദേവശത്രവഃ ദേവാൻ പ്രതികൃതാമർഷാ ദൈതേയാ നാതികോവിദാഃ. ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാൻ നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈ ശിശൂൻ. കിമുദ്യമൈ കരിഷ്യന്തി ദേവാ സമരഭീരവഃ നിത്യമുദ്വിഗ്നമനസോ ജ്യാഘോഷൈർധനുഷസ്തവ. അസ്യ തസ്തേ ശരവ്രാതൈഃ ഹന്യമാനാഃ സമന്ദദഃ ജിജീവിഷവ ഉത്സൃജ്യ പലായനപരായയുഃ. കേചിത് പ്രാഞ്ജലയോ ദീനാ ന്യസ്തശസ്ത്രാദിവൗകസഃ മുക്തകച്ഛശിഖാ കേചിത് ഭീതാ സ്മ ഇതി വാദിനഃ. നത്വം വിസ്മൃതശസ്ത്രാസ്ത്രാൻ വിരധാൻ ഭയസംവൃതാൻ ഹംസ്യന്യാസക്തവിമുഖാൻ ഭഗ്നചാപാൻ അയുധ്യതഃ. കിം ക്ഷേമശൂരൈർവിബുധൈർ അസംയുഗവികത്തനൈഃ രഹോജുഷാ കിം ഹരിണാ ശംഭുനാ വാ വനൗകസാ. കിമിന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണാ വാ തപസ്യത തഥാപി ദേവാ സാപത്ന്യാദ് നോപേക്ഷ്യ ഇതി മന്മഹേ. തതസ്തന്മൂലഖനനേ നിയുങ്ക്ഷ്വാസ്മാൻ അനുവ്രതാൻ. യദാ മയോऽङ्गे സമുപേക്ഷിതോ നൃഭിഃ ന ശക്യത്തെ രൂഢപദശ്ചികിത്സിതും. യതേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തഥാ റിപുർമഹാൻ ബദ്ധബലോ ന ചാല്യത്തെ. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മഃ സനാതനഃ തസ്യ ച ബ്രഹ്മഗോ വിപ്രാഃ തപോയജ്ഞാഃ സദക്ഷിണാഃ. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്വിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോഹവിർദുഗാഃ. വിപ്രാഗാവശ്ച വേദാശ്ച തപഃ സത്യം ദമഃ ശമഃ ശ്രദ്ധാ ദയാതിദീക്ഷാ ച ക്രതവശ്ച ഹരേസ്തനൂഃ. സഹി സർവസുരാധ്യക്ഷോ ഹ്യസുരദ്വിഗ്ഗുഹാശയഃ തന്മൂലാ ദേവതാഃ സർവാഃ സേശ്വരാ സ ചതുർമുഖാഃ. അയം വൈ തദ്വധോപായോ യത് ഋഷീണാം വിഹിംസനം. ശ്രീശുക ഉവാച ഏവം ദുർമന്ത്രിഭിഃ കംസഃ സഹ സന്മന്ത്ര്യ ദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതം മേനെ കാലപാശാവൃതോ അസുരഃ. സന്ദിശ്യ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു ദാനവാൻ ഗൃഹമാവിശത്. തേ വൈരജഃ പ്രകൃതയഃ തമസാ മൂഢചേതസഃ സതാം വിദ്വേഷമാചേരുഃ ആരാദാഗതമൃത്യവഃ. ആയുശ്രിയം യശോധർമ്മം ലോകാൻ ആശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർത്ഥോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം 18ാമത്തെ ക്ലാസ്സാണ്. ശ്രീകൃഷ്ണ ലീലാമൃതം.
രാവിലെ നമ്മൾ ഭഗവാൻ ദേവകി വസുദേവന്മാരെ പൂർവജന്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതും എന്തുകൊണ്ട് താൻ ഇപ്പോൾ ഈ രൂപം കാണിച്ചു തന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കി. പൂർവജന്മത്തിൽ കൃഷ്ണിയും സുതപസ്സുമായി ദമ്പതികളായി പ്രജാപതിമാരായി ഭഗവാനെ കഠിന തപസ്, ഒരു ചതുർയുഗം നീണ്ടു നിൽക്കുന്ന തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ചിട്ടും ഭഗവാനിൽ നിന്ന് മോക്ഷം കാക്ഷിച്ചില്ല. ഭഗവാനെ പുത്രനായി കാക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ 3 ജന്മങ്ങൾ പുത്രനായിട്ട് ജനിച്ചു. അവർക്ക് പുത്രനായിട്ട് അവർ യോഗ്യർ തന്നെയാണ്. എങ്കിലും ഭഗവാനെ കാണുന്നതിന്റെ ആത്യന്തികമായിട്ടുള്ള പ്രയോജനം എന്നുള്ളത് ഇനിയൊരു ജന്മമില്ലാതിരിക്കുക, അല്ലെങ്കിൽ സംസാരത്തിൽ വിഷമിക്കാതിരിക്കുക, മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സാധിക്കണം. അതിന് നിങ്ങൾ എന്നെ ഈശ്വരനായിട്ടും കാണണം. നിങ്ങളുടെ പുത്രനായി മാത്രം കണ്ടുകൂടാ. പുത്രനായും ഈശ്വരനായും കണ്ടുകണ്ട് നിങ്ങൾ അവസാനം എന്നിലുള്ള ഈശ്വര ബുദ്ധി ഉറച്ച് നിങ്ങൾക്ക് എന്റെ ഈശ്വര തത്വം വ്യക്തമാകും. അതിലൂടെ ആത്മതത്വവും വ്യക്തമായി നിങ്ങൾ മുക്തരായി തീരും എന്നുള്ള അനുഗ്രഹമാണ് ഇവിടെ ഭഗവാൻ കൊടുത്തത്. അങ്ങനെ ഭഗവാൻ എന്താ പറയുക, പ്രാകൃത ശിശുവായി മാറി. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവർ ആ ഭഗവാനെ, ഉണ്ണിക്കണ്ണനെ തന്റെ കയ്യിലെടുത്തപ്പോഴേക്കും തന്നെ ആ സമയത്ത് തന്നെയാണ് അവിടെ നന്ദ പത്നിയായ യശോദാദേവി യോഗമായാദേവിയെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഭഗവാനെ കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കാലിലെ ചങ്ങലകൾ അഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാതിലുകളെല്ലാം തുറന്നു. കാവൽക്കാരെല്ലാം നല്ല ഗാഠനിദ്രയിലാണ്ടുപോയി. യോഗനിദ്രയുടെ പ്രഭാവം കൊണ്ട് എല്ലാവരും നിദ്രയെ പ്രാപിച്ചു. ഭഗവാന്റെ പ്രഭാവം കൊണ്ട് വസുദേവൻ മാത്രം സ്വതന്ത്രനായി. അങ്ങനെ വസുദേവൻ പുറത്തേക്കിറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. മന്ദമന്ദമായിട്ടുള്ള ഇടി ശബ്ദത്തോടു കൂടിയിട്ട് ആ മഴയുടെ വാരിയെ നിവാരണം ചെയ്തുകൊണ്ട് ആദിശേഷ ഭഗവാൻ തന്റെ ഭണം കൊണ്ട് കൊട പിടിച്ചു. അങ്ങനെ പാതിരാത്രിക്ക് വസുദേവർ ഉണ്ണിക്കണ്ണനുമായി ഇറങ്ങി പുറപ്പെട്ടു. വഴിയിൽ കാളിന്തി നദി ആർത്തലച്ച്, മഴക്കാലമാണ്, നല്ല അഗാധ ഗംഭീരയായിട്ട് തിരമാലകളോടുകൂടി ചുഴികളോടുകൂടി ഒഴുകുന്നുണ്ട്. ആ ദേവി, കാളിന്തി ദേവി, ഭഗവാനെ കണ്ടതോടുകൂടിയിട്ട് എങ്ങനെയാണോ പണ്ട് ശ്രീരാമാവതാരത്തിൽ സാക്ഷാൽ സമുദ്രം വഴിമാറിക്കൊടുത്തത് ഭഗവാന് സീതാന്വേഷണത്തിന് രാവണനെ വധിക്കാനായിട്ട് പോകുമ്പോൾ സിന്ധുരിവ ശ്രിയപതേഹേ, ആ സിന്ധു ശ്രീപതിയായ രാമന് വഴിമാറിക്കൊടുത്തതുപോലെ ഇവിടെ ഭഗവാന് വഴിമാറിക്കൊടുത്തു. കാളിന്തിയിലെ വെള്ളം വസുദേവരുടെ കണങ്കാൽ പര്യന്തമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം നദി കടന്നു. നേരെ അവിടെ ചെന്നപ്പോഴും അവിടെയും യോഗമായ പ്രഭാവം കൊണ്ട് എല്ലാവരും സുഖശയനം. ഗോപന്മാരെല്ലാം നല്ല സുഷുപ്തിയിലാണ്, യശോദയടക്കം. അല്ലെ, ആ യശോദയുടെ എന്താ പറയുക, അന്തഃപുരം അല്ലെങ്കിൽ സൂതീഗൃഹം അറിയിക്കാനെന്നോണം അവിടെയൊക്കെ വെളിച്ചമുണ്ടാവും. അതുപോലെ ഉണ്ണിയുടെ ചെറിയ കരച്ചിലും കേൾപ്പിച്ചിട്ടുണ്ടാവും ദേവി, ഞാനിവിടെ ഉണ്ട് എന്നറിയിച്ചുകൊണ്ട്. അതൊന്നും ഭാഗവതത്തിലൂടെ പറഞ്ഞില്ല. നമ്മള് കഥയെ കൂടുതൽ വിസ്തരിച്ച് പറയുമ്പോൾ അതൊക്കെ ആലങ്കാരികമായി പറയും. അല്ലെങ്കിൽ മറ്റു പല പുരാണങ്ങളിലും ഇതൊക്കെ സൂചനകളും ഉണ്ടാവും. ബ്രഹ്മവൈവർത്ത പുരാണം അല്ലെങ്കിൽ ഹരിവംശം, വിഷ്ണു പുരാണം, ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോടെ സൂചനകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ടാണ് ആചാര്യന്മാര് കഥകൾ പറയുക. അപ്പൊ എന്തായാലും അങ്ങനെ ആ യശോദയുടെ സൂതികാഗൃഹത്തിൽ പ്രവേശിച്ചു. യശോദ പ്രസവിച്ച് നല്ല സുഖനിദ്രയിലാണ്. ആ കുട്ടിയുടെ ലിംഗം പോലും അറിഞ്ഞിട്ടില്ല. പ്രസവിച്ചു എന്ന് മാത്രം ഓർമ്മയുണ്ട്, ബാക്കിയൊന്നും ഓർമ്മയില്ല. ആ യോഗമായാദേവിയുടെ അനുഗ്രഹം. അങ്ങനെ വസുദേവർ തന്റെ ഉണ്ണിയെ അവിടെ യശോദയുടെ അടുത്ത് കിടത്തി അവസാനമായി ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് ഊഹിക്കാം. ഭഗവാനെ എന്താ പറയുക, ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ തൽപ്പത്തിൽ കിടത്തി അവിടെയുള്ള ഉണ്ണിയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ, ദാരികയെ തന്റെ കയ്യിലെടുത്ത് തിരിച്ചു നടന്ന് വീണ്ടും കാളിന്തി നദി പഴയതുപോലെ കടന്ന് കംസന്റെ അന്തഃപുരത്തിലേക്ക് അല്ലെങ്കിൽ
അരമനയിലേക്ക് പ്രവേശിച്ചു, കാരാഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. വന്ന വഴികളെല്ലാം പഴയ പോലെ പൂർവവത് ആവൃത എന്ന് പറഞ്ഞു. ദേവകിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടിയെ കിടത്തി. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ വിശദമായി കണ്ടത്. യശോദ നന്ദപത്നീച്ച ജാതം പരം അബുദ്ധ്യത. ആ നന്ദപത്നിയായ യശോദ താൻ പ്രസവിച്ചതറിഞ്ഞിരുന്നു. പക്ഷെ എന്ന തല്ലിംഗം, ആ കുട്ടിയുടെ ലിംഗം ലക്ഷണം അതാണോ പെണ്ണോ എന്നുള്ളതൊന്നും അറിഞ്ഞിരുന്നില്ല. പരിശ്രാന്ത, ആ 9 മാസത്തെ അല്ലെങ്കിൽ 10 മാസത്തെ ഗർഭഭാരം ചുമന്നും മറ്റു പലതരത്തിലുള്ള ക്ഷീണം കൊണ്ടും, അതുപോലെ നിദ്രയ അപഗത സ്മൃതി, യോഗനിദ്രാദേവിയാൽ അപഹരിക്കപ്പെട്ട ബോധത്തോടു കൂടിയവൾ തൽക്കാലം ബോധം കെട്ട പോലെ ഉറങ്ങി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അത് തന്നെ തുടരുകയാണ്, നിർത്തിയെടുത്തുനിന്ന് തുടരുകയാണ് 4-ാം അധ്യായം. അധ 4-ോऽധ്യായഃ. ശ്രീശുക ഉവാച ബഹിരന്തഃ പുരദ്വാരഃ സർവാഃ പൂർവവദാവൃതാഃ തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാഃ സമുത്ഥിതാഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ്. ബഹിരന്തഃ പുരദ്വാരഃ സർവാഃ പൂർവവത് ആവൃതാഃ. സർവാഃ ദ്വാരാഃ, ഏതൊക്കെ ദ്വാരങ്ങൾ? ബഹിഹി അന്തഃ പുരദ്വാരഃ, പുറത്തും അകത്തുമൊക്കെ ഉള്ളതായിട്ടുള്ള ആ പുരത്തിലെ ദ്വാരങ്ങൾ അല്ലെങ്കിൽ അന്തഃപുരത്തിലെ ദ്വാരങ്ങൾ. കവാടങ്ങളെല്ലാം പഴയ പോലെ അടഞ്ഞു, സ്വയം അടഞ്ഞു. ഭഗവാന്റെ എന്താ പറയുക, ഇച്ഛയ്ക്കനുസരിച്ച് ആരും അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂർവവത് സ്വയം ആവൃതാഹ എന്ന് തന്നെത്താൻ ആവരണം ചെയ്യപ്പെട്ടു. അങ്ങനെ തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാഹ സമുത്തിതാഹ. ഇതെല്ലാം പ്രോപ്പറായതിനു ശേഷം ദേവകി സമീപത്ത് കൊണ്ടുപോയി ഉണ്ണിയെ കിടത്തി, ആ പെൺകുട്ടിയെ കിടത്തി. വസുദേവര് കാരാഗൃഹങ്ങളൊക്കെ പഴയതുപോലെ അടഞ്ഞു. വസുദേവരുടെ കാലില് ചങ്ങലയും പഴയതുപോലെ വന്നു വീണു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി കരഞ്ഞത്. തയ്യാറായി കഴിഞ്ഞപ്പോ, രംഗം സജ്ജമായപ്പോ, അല്ലെ, നാടകത്തിന്റെ ബെല്ലടിക്കും പോലെ ദേവി അപ്പോഴാണ് കരഞ്ഞത്. ദാരികയാണ്. ദാരിക എന്ന് പറഞ്ഞാൽ വാവിട്ട് കരയുന്നവൾ, ശബ്ദം കൊണ്ട് ദിക്കുകളെ ഭേദിക്കുന്നവൾ എന്നൊക്കെയാണ് കൊച്ചുകുട്ടികളെ പറയുക. വാ പിളർന്ന് കരയുന്നവരാണ്. അപ്പൊ ആ ബാലധ്വനി, ഇവിടെ ബാലധ്വനി എന്നുള്ളത് ബാലികാധ്വനി തന്നെയാണ്. പെൺകുട്ടിയുടെ ആ ശബ്ദം ശ്രുത്വ, ശ്രവിച്ചിട്ട് ഗൃഹപാലാഹ സമുത്തിതാഹ. ഗൃഹപാലാഹ എന്ന് ഇവിടെ ഉപമിച്ചത്, ഗൃഹപാല ശബ്ദം നായ്ക്കൾക്കാണ് പറയുക. ഇവിടെ ആരാ ഗൃഹപാലന്മാര്? കംസന്റെ കാവൽക്കാര്. രണ്ടും ഒരുപോലെ തന്നെയെന്ന് അർത്ഥം. അടിമകളാണ് കംസന്റെ ഭൃത്യന്മാർ, കംസന്റെ അടിമകളാണ്. ശ്വാനന്മാരെ പോലെ തന്നെ. ശ്വാനന്മാരെങ്ങനെയാണോ എവിടുന്നെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ തലപൊക്കി നോക്കുക, അതേപോലെ ഈ ഗൃഹപാലന്മാർ അല്ലെങ്കിൽ ഈ ശ്വാന സദൃശന്മാരായിരിക്കുന്ന ഈ ഗൃഹപാലന്മാർ, ഈ കാവൽക്കാര്, ഭടന്മാര് സമുത്ഥിതാഹ, ചാടി എഴുന്നേറ്റു. അപ്പൊ അവർക്ക് തന്നെ ഒരു ലജ്ജ തോന്നിയിട്ടുണ്ട്. അയ്യോ, നമ്മൾ ഉറങ്ങാൻ പാടില്ലായിരുന്നു, ഉറങ്ങിപ്പോയി. എപ്പോഴാണാവോ ഈ കുട്ടി ജനിച്ചത്? എപ്പോഴാണാവോ അത് ആദ്യത്തെ കരച്ചിൽ തന്നെയാണോ എന്നൊക്കെയുള്ള പരിഭ്രമമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ചാടി എഴുന്നേറ്റു. സമുത്ഥിതാഹ. തേതു തൂർണമുപവ്രജ്യ ദേവഖ്യാ ഗർഭജന്മ തത് ആചഖ്യുർഭോജരാജായ യദുദ്വിഗ്നഃ പ്രതീക്ഷത്തെ. തേതു തൂർണമുപവ്രജ്യ ദേവഖ്യാ ഗർഭജന്മ തത് ആചഖ്യുർഭോജരാജായ യദുദ്വിഗ്നഃ പ്രതീക്ഷത്തെ. തേതു, അവരാകട്ടെ, തൂർണം ഉപവ്രജ്യ, തൂർണം, വളരെ പെട്ടെന്ന്. കാരണം അവർക്ക് തന്നെ പരിഭ്രമമുണ്ട്. അവര് നേരം വൈകിപ്പോയോ, എത്ര നേരമായോ ഈ കുട്ടി ജനിച്ചിട്ട്, ജനിച്ച ഉടനെ അറിയിക്കണം എന്നാണ് കംസൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തങ്ങളുടെ മുമ്പ് ഇനി വേറെ ആരെങ്കിലും ചെന്ന് അറിയിച്ചാൽ തങ്ങളുടെ പണി പോകുമോ, തല പോകുമോ ഒക്കെ പേടിയുണ്ടാവും, അല്ലേ? മറ്റേ ആരെങ്കിലും ചെന്ന് അവിടെ ചെന്ന് അറിയിച്ചിട്ട് കംസൻ അത് അറിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വൈകിച്ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ദുഷ്ടനായ കംസന്റെ ശിക്ഷ? ഒന്നും അറിയില്ല.
അതുകൊണ്ട് ഭയമുണ്ട്, അവർ പരിഭ്രമമുണ്ട്. അതുകൊണ്ട് തൂർണം ഉപപ്രജ്യ, തൂർണം വളരെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടുകയാണ് അവര്. അപ്പൊ അവർക്ക് എന്ത് നേരമില്ല, ഈ കുട്ടി ആണോ പെണ്ണോ എന്ന് പോലും നോക്കാനൊന്നും നേരമില്ല. ദേവകിയോടൊന്ന് അന്വേഷിക്കാനോ വസുദേവരോടൊന്ന് ചോദിക്കാനോ അതിനുള്ള ക്ഷമ പോലും ഇല്ല, വൈകിപ്പോയി എന്നുള്ള പരിഭ്രമം കൊണ്ട്. അങ്ങനെ തൂർണം ഉപപ്രജ്യ തദ്ദേവക്യാ ഗർഭജന്മ, ആ ദേവകിയുടെ ഗർഭം ജനിച്ചു എന്നുള്ള വർത്തമാനം ഭോജരാജായ ആചക്യുഹു, ആ ഭോജരാജാവിനോടായിക്കൊണ്ട് ആചക്യുഹു ആഖ്യാനം ചെയ്തു, പറഞ്ഞുകൊടുത്തു എന്നർത്ഥം. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടി കരയുന്ന കേട്ടു, ദേവകി പ്രസവിച്ചുട്ടോ എന്നുള്ള വിവരം ഓടിച്ചെന്ന് അറിയിച്ചു ആചക്യുഹു ഭോജരാജായ. ഈ ഭോജരാജാവോ യദുദ്വിഗ്ന പ്രതീക്ഷത്തെ, ഏതൊന്നിനെ തന്നെ ഉദ്വിഗ്നനായിട്ട്, ഉദ്വേഗത്തോടുകൂടി, ഭയത്തോടുകൂടി, ആൻഷ്യസ് ആയിട്ട് പ്രതീക്ഷത്തെ കാത്തിരിക്കുകയാണ്. എന്നാണ് ദേവകി പ്രസവിക്കാൻ പോകുന്നത്, എപ്പോഴാണ് പ്രസവിക്കാൻ പോകുന്നത്? ആ പ്രസവിക്കുന്നത് തന്റെ അന്തകനാണ്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുണ്ടാവും ആ പ്രസവം അകന്നകന്നകന്ന് പോകാൻ, അല്ലേ? ആരെങ്കിലും മരണത്തെ വേഗം കാണാൻ ഇഷ്ടപ്പെടുവോ? അപ്പൊ അത് വരാതിരിക്കണേ, പ്രസവിക്കാതിരിക്കണേ, അവളുടെ ഗർഭം മറ്റു പലരുടെയും ഗർഭം ചിരകാലം ഗർഭത്തിൽ കിടന്നതുപോലെ, അല്ലെ? ശ്രീശുഖ ബ്രഹ്മർഷിയുടെ അവസ്ഥയൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പൂർവ്വഗർഭം പോലെ അലസിപ്പോയാലും നന്നെന്ന് ആഗ്രഹിക്കും. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നാണല്ലോ ഇവരൊക്കെ ധരിച്ചിട്ടുള്ളത്. അതെന്താ സംഭവിച്ചത്? യോഗമായാദേവി ദേവകീ ഗർഭത്തിൽ നിന്ന് രോഹിണി ഗർഭത്തിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെയാണ് ബലരാമസ്വാമി ജനിച്ചത്, അല്ലെ? ആ കഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ പുരവാസികളെല്ലാം വിചാരിച്ചത് പാവം ദേവകി പേടിച്ച് ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്ന്. അപ്പൊ അതുപോലെ ഈ ഗർഭവും അലസിയിരുന്നെങ്കിൽ എന്ന് കംസൻ ആഗ്രഹിച്ചു കാണും. കംസന്റെ മനസ്സിൽ ഇതൊക്കെ ഓടിക്കളിക്കുണ്ടാവും. നമ്മളൊന്ന് കംസന്റെ സ്ഥാനത്ത് നമ്മളൊന്ന് നിന്ന് നോക്കിയാൽ മതി, ഇതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഏത് ഉദ്വിഗ്ന പ്രതീക്ഷത്തെ എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളില് ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വന്ന് അറിയിക്കുന്നത്, ഇതാ ജനിച്ചു, ദേവകി പ്രസവിച്ചു, കുട്ടി കരയുന്നത് കേട്ടു ഞങ്ങള് എന്ന് പറഞ്ഞപ്പോ ജീവനുള്ള കുട്ടിയും കൂടിയാണ്. അതാണോ പെണ്ണോ എന്നൊന്നും ഇവർ അറിഞ്ഞിട്ടുമില്ല, അവർ പറഞ്ഞതുമില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഉറക്കമൊന്നുമില്ല. എപ്പോ കിടക്കുമ്പോഴും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, തന്റെ കാലനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഉടനെ തന്നെ സതൽപാത്തൂർണമുത്ഥായ കാലോയമിതി വിഹ്വലഃ സൂതീഗൃഹമഗാത്തൂർണം പ്രസ്ഖലൻ മുക്തമൂർധജഃ. സതൽപാത്തൂർണമുത്ഥായ കാലോയമിതി വിഹ്വലഃ സൂതീഗൃഹമഗാത്തൂർണം പ്രസ്ഖലൻ മുക്തമൂർധജഃ. സഹ തൽപാത് തൂർണം ഉത്ഥായ, സഹ കംസഃ തൽപാത് താൻ ശയിക്കുന്ന തൽപ്പം, ആ മഞ്ചത്തിൽ നിന്ന്, തന്റെ രാജകീയമായിട്ടുള്ള കിടക്കയിൽ നിന്ന്, കിടന്നിട്ടൊന്നും ഉറക്കമൊന്നുമില്ല, അവിടെ നിന്ന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തൂർണം മുത്തായ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഇടിവെട്ട് പോലെയുള്ള ഒരു ഭയം, വിഹ്വലഹ എന്ന് പറയുന്നത് എന്താ പറയണത്? കാലോയം, അയ്യോ എന്റെ കാലൻ ജനിച്ചു എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ വിഹ്വലനാക്കുന്നത്. എന്റെ കാലന്റെ ഉൽപ്പത്തി, എന്റെ കാലൻ ജനിച്ചിരിക്കുന്നു, ദേവകിയുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനായിരിക്കും എന്ന അശരീരി ദൈവങ്ങളുടെ വാക്കുകളാണ്. അത് സത്യമായി തീരും എന്ന് കംസൻ അറിയാം, ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും 6 പേരെ കൊന്നൊടുക്കിയത്. അപ്പൊ 8ാമത്തവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ കാലനത ജനിച്ചു എന്ന് അറിയുന്നത്. അങ്ങനെ സൂതീഗൃഹം അഗാത്തൂർണം, 2 പ്രാവശ്യം തൂർണം പ്രയോഗിച്ചത് ഇവിടെ. അദ്ദേഹത്തിന്റെ ആ ഒരു പരിഭ്രമം ധൃതിപ്പെട്ട തൂർണമായിട്ട് സൂതീഗൃഹം അഗാത്, ആ കാരാഗൃഹത്തിൽ ദേവകി പ്രസവിച്ചിരിക്കുന്നിടത്തേക്ക് ഗമിച്ചു, പാഞ്ഞു ചെന്നു. എങ്ങനെ? പ്രസ്ഖലൻ മുക്തമൂർധജഃ. പ്രസ്ഖലൻ എന്ന് പറഞ്ഞാല് സ്ഖലിക്കുക എന്ന് പറഞ്ഞാൽ തടഞ്ഞു വീഴുക. അപ്പൊ വഴിയിലൊക്കെ ഉമ്മറപ്പടിയും മറ്റുമൊക്കെ കാണുന്നില്ല, പരിഭ്രമം കൊണ്ട് ആകെ ഒരു ബുദ്ധിയും കണ്ണും ഒക്കെ മങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പോകുന്ന വഴിയിലുള്ള തടസ്സങ്ങളൊന്നും കാണാതെ പലയിടത്തും എരടി വീഴുക, അല്ലെങ്കിൽ തടഞ്ഞു വീണുകൊണ്ടും. പ്രസ്ഖലന് മുക്തമൂർധജ, അദ്ദേഹത്തിന്റെ മൂർധജം തലമുടി അത് മുക്തം അഴിഞ്ഞും പോയി. രാത്രി ഉറങ്ങുമ്പോൾ തന്നെ അഴിഞ്ഞിട്ടുണ്ടാവാം. അതേ അവസ്ഥയിൽ
ആ തല പിരിച്ചിട്ടുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഉന്മത്തനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ട് അദ്ദേഹം പായുകയാണ്. ഈ രണ്ട് ലക്ഷണവും അപലക്ഷണമാണ്. അദ്ദേഹത്തിന് പോകുന്ന കാര്യത്തിൽ വിജയം ഉണ്ടാവില്ല, അത് സുനിശ്ചിതം, ദുശകുനമാണ്. എന്തായാലും അതുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന് പോയ കാര്യം വിജയിക്കുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സൂചനയായിട്ട് അദ്ദേഹം വഴിയിൽ വീണുകൊണ്ടും തലമുടിയെല്ലാം അഴിച്ചിട്ട് ഭ്രാന്തനെ പോലെ പോവുകയാണ്. പ്രസ്ഖലൻ മുക്തമൂർധജഃ തമാഹ ഭ്രാതരം ദേവി കൃപണാ കരുണം സതി സ്നുഷേയം തവ കല്യാണ സ്ത്രിയം മാഹന്തുമർഹസി. തമാഹ ഭ്രാതരം ദേവി കൃപണാ കരുണം സതി സ്നുഷേയം തവ കല്യാണ സ്ത്രിയം മാഹന്തുമർഹസി. തം ആഹ ഭ്രാതരം, തം ഭ്രാതരം ആഹ, ആ ഭ്രാതാവിനോട്, സഹോദരനോട് പറഞ്ഞു. ആര്? ദേവി. സതി, എന്താ പറയാ, പതിവ്രതയായ സദാചാര നിരതയായ ആ ദേവകി ദേവി. കൃപണ, കൃപണ എന്നാൽ അതിദീനയായിട്ട്, വളരെ ദൈന്യഭാവത്തില്. എങ്ങനെ പറഞ്ഞു? കരുണം ആഹ, വളരെ കരുണഭാവത്തിൽ പറഞ്ഞു എന്നർത്ഥം. കേൾക്കുന്ന ആരും അലിഞ്ഞു പോകും. ആ രീതിയിലാണ് അവൾ കെഞ്ചുന്നത്, ദയനീയമായിട്ട്. എന്താ പറയുന്നത്? ഹേ കല്യാണാന്ന വിളിക്കുന്നത് തന്നെ. കല്യാണ എന്ന് പറഞ്ഞാൽ നല്ല മംഗള ഗുണങ്ങളുള്ളവനെ, കല്യാണ ഗുണങ്ങളുള്ളവനെ എന്ന് വിളിച്ചാൽ തന്നെ, നല്ലവനെ എന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് മാറി അല്പമെങ്കിലും ശാന്തി ഉണ്ടായാൽ ചിലപ്പോ ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് പിന്തിരിയാം. അപ്പൊ നല്ല പേരാണ് വിളിക്കുന്ന, കല്യാണ. ഇയം തവ സ്നുഷാ, സ്നുഷാ ഇയം തവ. അപ്പൊ ഇയം എന്ന് പറഞ്ഞാൽ ഇവൾ, ഇവൾ തവ സ്നുഷ, നിന്റെ മരുമകളാണ്, അല്ലെങ്കിൽ നിന്റെ മരുമകളാവാനുള്ളവളാണ്. മരുമകൾ എന്നാൽ ഇവിടെ സ്നുഷ എന്ന് പറഞ്ഞാൽ മകന്റെ ഭാര്യ, അല്ലെങ്കിലും മരുമകൾ തന്നെയാണ്. പെങ്ങളുടെ മകൾ എന്നുള്ള അർത്ഥത്തില്, സഹോദരി പുത്രി എന്നുള്ള അർത്ഥത്തിൽ മരുമകൾ. ഇനി നിന്റെ മകന്റെ ഭാര്യയാവാനുള്ളവൾ എന്നാണ് സ്നുഷ എന്ന പ്രയോഗം. അപ്പൊ നിന്നാൽ വാത്സല്യത്തോടെ സ്വീകരിക്കപ്പെടേണ്ടവളാണ്, നിന്റെ വീട്ടിലേക്ക് വരേണ്ടവളാണ്, നിന്റെ മകളെ പോലെ നിന്നാൽ ലാളിക്കപ്പെടേണ്ടവളാണ്. ഇയം തവ സ്നുഷ. അങ്ങനെ പറയുമ്പോഴെങ്കിലും സന്തോഷിക്കണം, അല്ലേ? ഇവൾ നിന്റെ മരുമകളാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിയുമ്പോ, ഓ എന്റെ മരുമകളാണല്ലേ എന്നുള്ള ആ ഒരു സ്നേഹഭാവം വന്ന് സന്തോഷിക്കണം. സ്ത്രീയം മാ ഹന്തും അർഹസി, ഈ സ്ത്രീയെ കൊല്ലുവാൻ പാടുള്ളതല്ല. ഹന്തും മാ അർഹസി. അപ്പൊ ഇത് സ്ത്രീയാണ്. നീ വിചാരിച്ച് പുരുഷനാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇപ്പൊ പാഞ്ഞു വന്നിരിക്കണത്. എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലുന്നല്ലേ അശരീരി കേട്ടത്. അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയാണുള്ളത്, പെൺകുട്ടിയാണ്. പെൺകുട്ടിയിൽ നിന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നിന്നെ പോലെ ഒരു ശൂരനായിട്ടുള്ള ഒരാൾ, ഇതൊരു വെറും ഒരു അബലയായ പെൺകുട്ടിയാണ്, പാവം പെൺകുട്ടിയാണ്. മാ ഹന്തും അർഹസി, ഇതിനെ കൊല്ലാൻ പാടുള്ളതല്ല. ഇവളിൽ നിന്ന് നിനക്ക് മരണം ഉണ്ടാവുകയില്ല, ഉറപ്പാണ്. സ്ത്രീയാണ്, നിന്റെ സ്നുഷയാണ്, എല്ലാം കൊണ്ടും നീ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോ അല്പമെങ്കിലും ബുദ്ധി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഒന്ന് ആലോചിക്കുമായിരുന്നു. അശരീരി എട്ടാമത്തെ പുത്രൻ എന്നാണല്ലോ പറഞ്ഞ്, ഇതെന്താ പെൺകുട്ടിയായത്? എന്നാ പിന്നെ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണമല്ലോ എന്ന് ചിന്തിക്കും. ഇതിവിടെ മന്ദബുദ്ധി, മൂഢനായതുകൊണ്ട്, ക്രൂരനായതുകൊണ്ട് ബുദ്ധിയൊന്നും പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ക്രൗര്യം മാറുന്നില്ല, ആ ആവേശം വിട്ടുപോകുന്നില്ല. ഈ കുട്ടിയെ കൊല്ലണം എന്നുള്ള ചിന്തയോടുകൂടി പാഞ്ഞു വന്നതാണ്, തന്റെ കാലൻ എന്ന് ചിന്തിച്ചു വന്നതാണ്. അതിന് യാതൊരു മാറ്റവും. അപ്പൊ അദ്ദേഹം വീണ്ടും ആക്രമിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇതാ ദേവകിയുടെ അപേക്ഷ തുടരുകയാണ്. ബഹവോ ഹിംസിതാ ഭ്രാതഃ ശിശവഃ പാവഗോപമാഃ ത്വയാ ദൈവനിധൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. ബഹവോ ഹിംസിതാ ഭ്രാതഃ ശിശവഃ പാവഗോപമാഃ ത്വയാ ദൈവനിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. വീണ്ടും ഭ്രാതഃ, സഹോദര, ഏട്ടാ. സ്നേഹം ഉണ്ടാകാൻ വേണ്ടി ഉള്ളില് അല്പമെങ്കിലും ഹൃദയമുണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ അലിയേണ്ടതാണ്. ജ്യേഷ്ഠ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഭ്രാതഃ.
ബഹവഃ പാവകോപമാഹ ശിശവഃ ത്വയാ ഹിംസിതാഹ. എന്റെ ഒരുപാട് ശിശവഃ, ബഹവഃ ശിശവഃ, 6 ശിശുക്കൾ, അതിനാണ് ബഹവഃ ശിശവഃ എന്ന് പറഞ്ഞു. എങ്ങനെയുള്ളവര്? പാവകോപമാഹ, നല്ല സുന്ദരന്മാര്. ഇവിടെ അഗ്നിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അഗ്നിയെ പോലെ തേജസ്വികളായിട്ടുള്ളവർ, നല്ല ചൈതന്യമുള്ള സുന്ദരന്മാരായിട്ടുള്ള കുട്ടികൾ. അവരെ കണ്ടാൽ കൊല്ലാൻ തോന്നില്ല. അങ്ങനെയുള്ള ആ സുന്ദരന്മാരായ കോമളന്മാരായിട്ടുള്ള തേജസ്വികളായിട്ടുള്ള കുട്ടികളെ 6 പേരെ അങ്ങ് കൊന്നുകളഞ്ഞതല്ലേ. പാപകോപമാഹ. ഇനി ഇതിന് മറ്റൊരർത്ഥമുണ്ട്. കുട്ടികളെ കൊല്ലുന്നത് എന്താ പറയുക, അഗ്നിയോട് കളിക്കും പോലെയാണ്, സ്വയം നശിക്കും. ആരാണോ അഗ്നിയോട് കളിക്കുന്നത് അവർക്ക് അഗ്നി കൊണ്ട് തന്നെ നാശം ഉണ്ടാവും. അഗ്നിയെ ബഹുമാനിച്ച് നിർത്തണം. അപ്പൊ അതൊരു സൂചന അടങ്ങിയിരിപ്പുണ്ട്. അങ്ങ് അഗ്നിയെ പോലെയുള്ള കുട്ടികളെ ഒരുപാട് കൊന്നുകളഞ്ഞു. അതിന്റെ പാപം, അത് വലിയ പാപമാണ്. അങ്ങയെ ദഹിപ്പിച്ച് കളയും. അഗ്നി ദഹിപ്പിക്കും പോലെ അങ്ങ് ചെയ്ത പാപം അങ്ങയെ ദഹിപ്പിച്ച് കളയും എന്ന് സൂചനയും കൂടി ഉണ്ടായില്ല. ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം, ഞാൻ ശിശുഹത്യ എന്നുള്ള മഹാപാപം ചെയ്തു, ആ പാപത്താൽ തന്നെ സ്വയം ദഹിച്ചു പോകേണ്ടതാണ്. ഇനിയൊരു ശിശുഹത്യ വയ്യ, അതും പെൺകുട്ടി എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്തിരിയണം. അതാണ് നല്ല വാക്കുകളാണ്, തെരഞ്ഞെടുത്ത വാക്കുകളാണ് ദേവകി പ്രയോഗിക്കുന്നത്. എത്ര ഒരു എന്താ പറയുക, ആ ഒരു ബോധപൂർവമാണ് ദേവകി വാക്കുകൾ പ്രയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ദേവകിയുടെ കുട്ടിയല്ല, തന്റെ കൂട്ടുകാരി തന്നെയാണ് യശോദ. വസുദേവരുടെ കൂട്ടുകാരനാണ് നന്ദഗോപർ. അപ്പൊ അവരുടെ ഉണ്ണിയെ എടുത്തുകൊണ്ട് വന്നിരിക്കുക അവരറിയാതെ. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണ്. നമ്മളുടെ കുട്ടിയെ സേഫാക്കി വെച്ചിട്ട് അന്യന്റെ കുട്ടിയെ കൊല്ലാൻ കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു പാപമാണ്. എങ്കിലും അതിലൊന്നും കർത്തൃത്വമില്ല. ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ചെയ്തു. എല്ലാം ഭഗവാനാണ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് കുറ്റബോധമൊന്നും ആവശ്യമില്ല. എങ്കിലും തന്നാലാവുന്നത് ചെയ്യണം. എങ്ങനെയെങ്കിലും ഈ ഉണ്ണിയെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഇത്രയും ദീനയായിട്ട് അപേക്ഷിച്ചു. വീണ്ടും പറയണു, ത്വയാ ദൈവനിസൃഷ്ടേന, നിന്നാൽ ഇത്രയും കുട്ടികൾ കൊല്ലപ്പെട്ടത് ദൈവനിസൃഷ്ടേന ത്വയ. ദൈവനിസൃഷ്ടം എന്ന് പറഞ്ഞാല് ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ വിധി, പ്രാരബ്ധം, കർമ്മം, അദൃഷ്ടം എന്നൊക്കെ അർത്ഥം. അപ്പൊ നിന്നെ കുറ്റം പറയുന്നില്ല. ആ കുട്ടികളുടെ വിധി അങ്ങനെയാണ്, ഞങ്ങളുടെ വിധി അങ്ങനെയാണ്. അപ്പൊ വിധി കൊണ്ട്, വിധിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടാണ് അങ്ങ് എന്റെ 6 കുട്ടികളെ മുമ്പ് കൊന്നത്. അങ്ങേ ഞങ്ങൾ പ്രത്യേകിച്ച് കുറ്റം പറയുന്നില്ല. കുറ്റം പറഞ്ഞാൽ ദേഷ്യം വരും അല്ലേ? അപ്പൊ ദേഷ്യപ്പെടരുത്. അങ്ങയെ ഞങ്ങൾ കുറ്റപ്പെടുന്നില്ല. ദൈവനിസൃഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം, ഈശ്വര നിശ്ചയമാണെന്ന് അറിയാം. എങ്കിലും പുത്രിക ഏകാ പ്രതീയത, ഏകാ പുത്രിക, ഈ ഒരു പെൺകുട്ടിയെ മാത്രം, ഈ സുന്ദരിയായ പുത്രിക എന്നുള്ളതാ എന്താ സൗന്ദര്യത്തെയും അതിനോടുള്ള വാത്സല്യത്തെയും എല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പുത്രിക ഏക. ഈ പുത്രികയെ പ്രതീയത നൽകിയാലും, ഒരുവളെയെങ്കിലും നൽകിയാലും, ചിലപ്പോ ഇനി ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നേക്കാം എന്ന സൂചന. ഒരുവളെ മാത്രം നൽകിയാലും ഇനി ശേഷമുണ്ടാകണമെങ്കിൽ, ആൺകുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങക്ക് തരാമെന്ന് അതിൽ സൂചനയുണ്ട്. അപ്പൊ ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇവളെ മാത്രം എനിക്ക് നൽകിയാലും. വീണ്ടും യാചന തുടരുകയാണ്. നന്വഹം തേ ഹ്യവരജാ ദീനാഹതസുതാ പ്രഭോ ദാതുമർഹസി മന്ദായാഃ അംഗേ മാം ചരമാം പ്രജാം. നന്വഹം തേ ഹ്യവരജാ ദീനാഹതസുതാ പ്രഭോ ദാതുമർഹസി മന്ദായാഃ അംഗേ മാം ചരമാം പ്രജാം. അംഗ ഇമാം, അംഗ എന്നുള്ളത് സംബോധനയാണ്. ഹേ അംഗ, അല്ലയോ പൂജ്യനായിട്ടുള്ളവനെ, എന്റെ ജ്യേഷ്ഠനായിരിക്കുന്നവനെ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഹേ ജ്യേഷ്ഠ, അംഗ, അഹം തേ അവരജാ നനു, ഞാൻ അങ്ങയുടെ അനുജത്തിയല്ലേ. അവരജ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ താഴെയുള്ളവളല്ലേ. ദീന, ഇപ്പൊ വളരെ ദൈന്യം അനുഭവിക്കുന്നവളല്ലേ. ഹതസുത, എത്ര കുട്ടികൾ കൊല്ലപ്പെട്ട പുത്രന്മാരോട് കൂടിയവൾ എന്ന് വെച്ചാൽ 6 പുത്രന്മാർ മരിച്ചവളാണ് ഞാൻ.
ദീനയാണ്, പരവശയാണ്, നിന്റെ അനുജത്തി കൂടിയാണ്, അവരജാ നനു ആണല്ലോ. ഹേ പ്രഭോ, അങ്ങാണെങ്കിൽ ശക്തനാണ്, അങ്ങേക്ക് ഈ കുട്ടിയിൽ നിന്ന് പേടിയുണ്ടാവേണ്ട കാര്യമില്ല, ഈ പെൺകുട്ടിയിൽ നിന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല, അങ്ങ് സമർത്ഥനാണ്, പ്രഭുവാണ്. അതുകൊണ്ട് മന്ദായാഹ, ഈ മന്ദഭാഗ്യയായ, ഭാഗ്യമേ ഇല്ലാത്തവളായ എനിക്ക് ഇമാം ചരമാം പ്രജാം ദാതുമർഹസി, ഇമാം ഇവളെ, ചരമാം പ്രജാം അവസാനത്തെ കുട്ടി, ചരമം എന്നുള്ളത് അവസാനത്തെ എന്നർത്ഥമാണ്. ഇമാം ചരമാം പ്രജാം, എന്റെ ഈ അവസാനത്തെ കുട്ടിയെ ദാതുമർഹസി നൽകേണ്ടതാണ്. കാരണം ഇനി എനിക്ക് സന്തതി ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടായാൽ അത് ആൺകുട്ടിയാണൊക്കെ നിനക്ക് തരും എന്നുള്ള സൂചനയും. ഉണ്ടാവാൻ വഴിയില്ല, കാരണം എനിക്കിപ്പോ തന്നെ വയ്യാതെ ആയിക്കഴിഞ്ഞു, മന്ദഭാഗ്യയാണ്, എനിക്ക് സന്തതി ലാഭം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ഈ ഒരു അവസാനത്തെ കുട്ടിയെയെങ്കിലും നീ എനിക്ക് നൽകേണ്ടതാണ്. ഞാൻ ദീനയല്ലേ, ഒരുപാട് കുട്ടികൾ മരിച്ച പുത്രദുഃഖം അനുഭവിക്കുന്നവളല്ലേ, നിന്റെ സഹോദരിയല്ലേ, നീ എന്റെ ജ്യേഷ്ഠനല്ലേ, അനുജത്തിക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ രക്ഷിക്കേണ്ടവനല്ലേ ഏട്ടൻ. അങ്ങനെയുള്ള ഏട്ടൻ തന്നെ അനുജത്തിക്ക് സങ്കടം ഉണ്ടാക്കിയാലോ അത് മര്യാദയാണോ? ഇങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങളോടുകൂടി ആ ദേവി വളരെ ദീനദീനമായിട്ട് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ രക്ഷിക്കണമെന്നുള്ള വിചാരത്തില് അപേക്ഷിച്ചു. ഇത് കേട്ടുകഴിഞ്ഞാൽ കല്ലും അലിയും, വജ്രം പോലെയുള്ള ഹൃദയം, കഠിന ഹൃദയങ്ങൾ പോലും അലിഞ്ഞു പോകും. പക്ഷേ ഈ കംസന്റെ മാത്രം ഹൃദയം അലിയുന്നില്ല. അപ്പൊ എത്ര ക്രൂരനാണ് അദ്ദേഹം, എത്ര ദുഷ്ടനാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. എത്ര സ്വാർത്ഥനാണ്. സഹോദരിയാണെന്നുള്ള പരിഗണനയോ, സഹോദരിയുടെ കൊച്ചുകുട്ടി പെൺകുട്ടിയാണെന്നുള്ള വാത്സല്യമോ പരിഗണനയോ ഒന്നും അവിടെ അദ്ദേഹത്തിനെ സ്പർശിക്കുന്നില്ല. ഒരു ഇമോഷൻസും ഇല്ല അവിടെ. ആകെ ഒറ്റ ഇമോഷനേ ഉള്ളൂ, ആ ഭയം കൊണ്ടുള്ള ക്രൂരത. തന്റെ ശരീരത്തിന് മരണം സംഭവിച്ചാലോ ആ ഭയം, അതിൽ നിന്ന് ഉണ്ടാകുന്ന സ്വാർത്ഥതയിൽ നിന്നുള്ള ക്രൂരമായിട്ടുള്ള ഹിംസ. അപ്പൊ അത് തുടരുകയാണ്. ശ്രീശുക ഉവാച ഉപഗുഹ്യാത്മജാം ഏവം രുദത്യാദീനദീനവത് യാചിതസ്താം വിനിർഭൽസ്യ ഹസ്താദാചിച്ഛിതേ ഖലഃ. ശ്രീശുക ഉവാച ഉപഗുഹ്യാത്മജാമേവം രുദത്യാദീനദീനവത് യാചിതസ്താം വിനിർഭൽസ്യ ഹസ്താദാചിച്ഛിതേ ഖലഃ. ശ്രീ ശുഖബ്രഹ്മർഷി തുടരുന്നു. ഇത്രയും നേരം ദേവകിയുടെ വാക്കുകളായിരുന്നു. അപ്പൊ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ വാക്കുകൾ തുടരുന്നു. ഉപഗുഹ്യ ആത്മജാം ഏവം, ആത്മജാം തന്റെ പുത്രി തന്നെ. ഇപ്പോ തന്നാൽ രക്ഷിക്കപ്പെടേണ്ട പുത്രിയാണ്, തന്റെ കൂട്ടുകാരിയുടെ പുത്രിയാണ്, അപ്പൊ തന്റെ പുത്രി തന്നെയാണ്. അങ്ങനെ പുത്രി തന്നെയായിരിക്കുന്ന ഈ ദേവിയെ ഏവം ഉപഗുഹ്യ, ഇങ്ങനെ ഉപഗൂഹനം ചെയ്തിട്ട്, ഉപഗൂഹനം ചെയ്യാന്ന് പറഞ്ഞാല് മറച്ചു പിടിക്കുക, കൈകളെ കൊണ്ട് ആലിംഗനം ചെയ്തിട്ട് തന്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കുക. അങ്ങനെ മറച്ചു പിടിച്ച് കൊടുക്കാതെ ബലം പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഏവം ആത്മജാം ഉപഗുഹ്യ ദീനദീനവത് രുദത്യാഹ, ദീനദീനവത് വളരെ ദൈന്യത്തോടുകൂടി, കേൾക്കുന്ന ആർക്കും എന്താ പറയുക, ദുഃഖമുണ്ടാകും, അല്ലെങ്കിൽ അലിഞ്ഞു പോകും. അങ്ങനെയുള്ള ആ ഭാവത്തിൽ രുദത്യാഹ കരയുന്നവളുടെ ആ ഹസ്താത് അവളുടെ കയ്യിൽ നിന്ന് ഈ ഖലഹ, ദുഷ്ട സ്വഭാവം മാറുന്നില്ല എന്നർത്ഥം. ദുഷ്ട സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. ക്രൂര ഹൃദയൻ, അങ്ങനെയുള്ള ഖലനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള അവൻ യാചിത അഭി, തന്റെ മകളാൽ, തന്റെ അനുജത്തിയാൽ ഇങ്ങനെയൊക്കെ ദീനദീനമായി യാചിക്കപ്പെട്ടിട്ടും താം വിനിർബൽസ്യ, അവളെ വിശേഷേണ നിതരാം ഭത്സനം കൃത്വ, ഭത്സിക്കുക എന്ന് പറഞ്ഞാല് ചീത്ത വിളിക്കുക, ആട്ടുക, നിന്ദിക്കുക എന്നൊക്കെ അർത്ഥം. അത് നിതരാം ബത്സ്യ നിർബത്സ്യ, അതിനുകൂടെ ഒന്നുകൂടെ വിശേഷേണ നിതരാം ബത്സനം കൃത്വ, നല്ലതുപോലെ അവളെ നിന്ദിച്ചുകൊണ്ട്. ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഊഹിക്കാവുന്നതാണ്, നമ്മളത് പറഞ്ഞ് വായ കേടുവരുത്തണ്ട. ഏതൊക്കെ രീതിയിൽ അവളെ പറഞ്ഞിട്ടുണ്ടാവും, അനിയത്തിയെ എന്തെല്ലാം വാക്കുകൾ കൊണ്ട് ബത്സിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിന്ദിച്ചുകൊണ്ട് ഹസ്താത് ആചിച്ഛിതേ ഖലഹ, ഹസ്താദ് അവളുടെ കയ്യിൽ നിന്ന് ആചിച്ഛിതേ, അസമന്താത് ചിച്ഛിതേ, ചിച്ഛിതേ എന്ന് പറഞ്ഞാൽ ഛേദിച്ചെടുത്തു എന്നാണ്. ഛേദിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കും പോലെ.
അവള് കാരണം തന്റെ 2 കൈകളെ കൊണ്ടും ഉപഗൂഹനം ചെയ്തു വെച്ചിരിക്കുകയാണേ. അപ്പൊ ആ കൈകളെയൊക്കെ മുറിച്ചു മാറ്റും പോലെ പറിച്ചു മാറ്റിയിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ആ കുട്ടിയെ അങ്ങനെ ബലാത്കാരേണ പറിച്ചെടുത്തു. ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് ആന പൊട്ടിച്ചെടുക്കും പോലെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു പുഷ്പത്തെ പറിച്ചെടുക്കുന്ന പോലെ എന്നൊക്കെ പല രീതിയിൽ നമുക്ക് പറയാം. എന്തായാലും ക്രൂരഭാവത്തിലാണ്. കരിമ്പിൻ തോട്ടത്തിൽ ആന കടന്ന പോലെ എന്നൊക്കെ പറയും പോലെയുള്ള ഭാവത്തില് ഈ ദുഷ്ടൻ തന്റെ ശക്തി മുഴുവൻ തന്റെ ദീനയായി കരയുന്ന സഹോദരിയുടെ നേർക്കും ആ കുഞ്ഞിന്റെ നേർക്കും പ്രയോഗിച്ചുകൊണ്ട് അവളുടെ കൈകളിൽ നിന്ന് ബലാത്കാരേണ പറിച്ചെടുത്തു. അപ്പുറത്ത് നിസ്സഹായനായി നിൽക്കുകയാണ് വസുദേവര്. ചങ്ങലക്കിട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാനും നിവൃത്തിയില്ല. മാത്രമല്ല ഇവിടെ വസുദേവർ ഒന്നും മിണ്ടുന്നില്ല. എന്താ കാരണം? എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചിരിക്കണം. ഭഗവാൻ പറഞ്ഞതുപോലെയാണ് താൻ ചെയ്തിരിക്കണം. ആ കുട്ടിയെ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. ഭഗവാൻ അതും ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പേടിക്കണ്ടെന്ന്. അതില് മനസ്സിരുത്തിക്കൊണ്ട് ഭഗവാന്റെ വാക്കനുസരിച്ച് ഭഗവാനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കിടത്തിയ ആളാണ് അല്ലേ. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞാൽ കളവാകും. അപ്പൊ കളവുകളൊന്നും പറയാതെ മിണ്ടാതെ സാക്ഷിയായിട്ടിരിക്കുകയാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് വസുദേവര്. ഭഗവാൻ ഏൽപ്പിച്ച പണിയല്ലേ ചെയ്തിരിക്കണം, പിന്നെന്തിനാ അറിയിച്ച് ചെയ്യണത് എന്നുള്ള ഒരു ഭാവം. അദ്ദേഹം ഒരു സ്ഥിതപ്രജ്ഞനാണ്, ഒരു ശാന്തനാണ്, സാത്വികനാണ്. അപ്പോ അദ്ദേഹം കംസൻ പറിച്ചെടുത്തു. താം ഗൃഹീത്വാ ചരണയോഹോ ജാതമാത്രാം സ്വസുസുതാം അബോധയത് ശിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദഃ. താം ഗൃഹീത്വാ ചരണയോഹോ ജാതമാത്രാം സ്വസുസുതാം അബോധയത് ശിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദഃ. താം ജാതമാത്രാം സ്വസുസുതാം, താം അവളെ, ആ കുഞ്ഞിനെ, ജാതമാത്ര എന്ന് പറഞ്ഞാൽ ജനിച്ച സമയം ആയിട്ടേ ഉള്ളൂ, ഇമ്മീഡിയറ്റ്. ആ പ്രസവിച്ച സമയത്ത് കുട്ടിയുടെ ശരീരത്തിലുള്ള ആ ആർദ്രത, ആ ജലാംശം ഒക്കെ ഉണ്ട്. ഒന്നും പോയിട്ടില്ല. വേണ്ട പോലെ കുളിപ്പിക്കുകയോ അല്ലേ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ആ ജാതമാത്രയായിരിക്കുന്ന കൊച്ചുകുട്ടി എന്തെങ്കിലും വസ്ത്രം കൊണ്ട് ആച്ഛാദനം ചെയ്തിട്ടുണ്ടാവും. ശരീരത്തിലെ എന്താ പറയുക, ഇതൊക്കെ വസുദേവർ തന്നെ തുടച്ചിട്ടായിരിക്കും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവുക. ആ ഒരു ആർദ്ര ശരീരത്തോടു കൂടിയവളായിട്ടുള്ള പിഞ്ചു പൈതൽ, ജാതമാത്രാം സ്വസുസുതാം, തന്റെ സഹോദരിയുടെ മകളെ, ദേവകിയുടെ മകളെ, ചരണയോഹോ ഗൃഹീത്വ, ആ കുട്ടിയുടെ കാലുകളിലാ പിടിച്ചിരുന്ന ക്രൂരൻ. 2 പാദങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സ്വാർത്ഥോന്മൂലിത സൗഹൃദ, തന്റെ സ്വാർത്ഥത കൊണ്ട് തന്റെ ശരീരം രക്ഷിക്കണം, തന്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ സ്വാർത്ഥമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളൊക്കെ ഉന്മൂലിതം, എല്ലാ ബന്ധങ്ങളെയും പറിച്ചെറിഞ്ഞവൻ, ആരോടും ഒരു സ്നേഹബന്ധവും ഒരു തരത്തിലുള്ള എന്താ പറയുക ഭാവവും ഇല്ലാത്തവൻ. അങ്ങനെയുള്ള ആ സ്വാർത്ഥം കൊണ്ട് ഉന്മൂലിത സൗഹൃദനായിട്ടുള്ള അദ്ദേഹം ശിലാപൃഷ്ഠേ അബോധയത്, ശിലാപൃഷ്ഠം എന്ന് പറഞ്ഞാൽ വലിയ പാറയുടെ മുകളിലേക്ക്, പാറപ്പുറത്തേക്ക്, അബോധയത് എന്ന് പറഞ്ഞാൽ വലിച്ചെറിയാണ് ചെയ്യുന്നത്. ബലമായി അടിക്കുക എന്നും പറയാം. 2 കാലിലും പിടിച്ചുകൊണ്ട് പാറയിലേക്ക് ആഞ്ഞടിച്ചു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അത്ഭുതം സംഭവിച്ചു. അതാണ് അടുത്ത ശ്ലോകം. സാ തദ്ഹസ്താത് സമുത്പത്യ സദ്യോ ദേവ്യംബരം ഗദാ അദൃശ്യതാനുജാ വിഷ്ണോഃ സായുധാഷ്ടമഹാഭുജാ. സാ തദ്ഹസ്താത് സമുത്പത്യ സദ്യോ ദേവ്യംബരം ഗദാ അദൃശ്യതാനുജാ വിഷ്ണോഃ സായുധാഷ്ടമഹാഭുജാ. സാ, അവൾ, ആരാവൾ? ഈ കംസന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്, ആ പെൺകുട്ടി. ദേവി എന്ന് പറഞ്ഞു. ദേവി, ദിവ്യമായിട്ടുള്ള ഭാവത്തോടു കൂടിയവൾ, ദിവ്യമായ ക്രീഡ ചെയ്യുന്നവൾ, യോഗമായാ ദേവി തന്നെയാണ്. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഈ ഒരു കുട്ടിയുടെ ഭാവത്തിൽ കിടന്നതാണ്. അപ്പോ അലൗകികമായ ഭാവമുള്ള ദേവി, അവളുടെ ലീലയായിട്ട് ദേവി തദ്ഹസ്താത് സമുത്പത്യ, അവന്റെ കയ്യിൽ നിന്ന്
ഉൽപ്പതിച്ചിട്ട് മുകളിലോട്ട് പോയിട്ട് സദ്യ ഉടനെ തന്നെ അംബരം ഗത ആകാശത്തേക്ക് ഗമിച്ചു, ഉയർന്നു നിന്നു എന്നർത്ഥം, സ്പേസിലേക്ക് നിന്നു. ഇവന്റെ കയ്യിൽ നിന്ന് മുക്തയായി പുറത്തേക്ക് കടന്ന് ആകാശത്തിൽ ഉയരത്തിൽ വർത്തിച്ചു. അംബരംഗത. അംബരംഗത എന്ന് പറഞ്ഞാൽ ആ കാരാഗൃഹത്തിന്റെ സീലിംഗ് ഒക്കെ ഉണ്ട്, അവിടെ നല്ല ഉയരമുള്ളതായിരിക്കണം. അപ്പൊ എന്തായാലും ആ ഉയരത്തിൽ നിന്നുകൊണ്ട് അദൃശ്യത അനുജ വിഷ്ണോഹോ, ആ വിഷ്ണോഹോ അനുജ, ആ വിഷ്ണുവിന്റെ അനുജത്തി തന്നെയാണ് യോഗമായാദേവി. നാരായണി, നാരായണ സഹോദരിയാണ് നാരായണി. ദേവി മഹാത്മ്യത്തിൽ നമ്മള് എന്താ പറയുക, രഹസ്യത്രയങ്ങളിൽ ഈ ഇതൊക്കെ പറയും, വിഷ്ണുവിന്റെ സഹോദരിയായിട്ടാണ് നാരായണി എന്ന് പറയും. അപ്പോ വിഷ്ണു സഹോദരി തന്നെയാണ് ഇവിടെയും, അല്ലെ? ഭഗവാൻ ജനിച്ചതിന്റെ തൊട്ടു പുറകെ ജനിച്ചു. ഭഗവാനെ കയ്യിലെടുത്ത് വസുദേവർ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ ജനിച്ചത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ ആജ്ഞയെ പരിപാലിക്കുന്നവളെന്നും അനുജ എന്നുള്ളതിനർത്ഥം. അങ്ങനെ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ആ ഭഗവാന്റെ അനുജത്തി അദൃശ്യത കാണപ്പെട്ടു. എങ്ങനെ കാണപ്പെട്ടു? അംബരംഗതയായി സായുധാഷ്ട മഹാഭുജ, ആയുധങ്ങളോടുകൂടിയ അഷ്ടമഹാഭുജങ്ങളോടുകൂടി. അപ്പൊ 8 കൈകൾ, മഹാകൈകൾ 8 എണ്ണം 8 ദിക്കിലേക്ക് നീട്ടിക്കൊണ്ട് അതിലൊക്കെ ആയുധങ്ങളുണ്ട്, 8 ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സാക്ഷാൽ പരാശക്തിയായി യോഗമായാദേവി ഒരു വല്ലാത്തൊരു ഭാവത്തിൽ നന്ദജ ദുർഗയായി, അല്ലെ, മഹാലക്ഷ്മിയായി പല രീതിയിലുള്ള ഭാവത്തില് അവിടെ ദർശനം കൊടുത്തു എന്നർത്ഥം. കംസൻ എന്തായാലും ഇത്രയും കാലം ഭഗവാനെ ധ്യാനിച്ചതല്ലേ, പേടി കൊണ്ടാണെങ്കിലും, അല്ലെ, ഭയം കൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചിരുന്ന കംസന് ഭഗവാനെ നേരിൽ കാണുന്നതിന് മുമ്പ് അമ്മയുടെ ദർശനം. അമ്മയെ കണ്ടാലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ, അല്ലെ? നമ്മളൊക്കെ ആദ്യം അമ്മയെ കണ്ടിട്ട് വേണം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. വിദ്യാമായയായ ഭഗവതിയുടെ അനുഗ്രഹം വേണം ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. അതാണ് നമ്മൾ ഗോപികമാര് കാത്യായനി വ്രതത്തിലൂടെയും രുക്മിണി ദേവി ഭഗവതിയെ തൊഴുതുകൊണ്ട്, അല്ലെ, പ്രാർത്ഥിക്കുന്നതൊക്കെ ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്കൊക്കെ ഭഗവാനെ കാണാൻ കിട്ടുന്നത്. അപ്പൊ വിദ്യാസ്വരൂപിണിയായ അമ്മയുടെ ദർശനമാണ് ആദ്യം കംസന് ഉണ്ടാകുന്നത്. ഇത്രയും കാലം ഭഗവാനെ ധ്യാനിച്ചതിന്റെ ഫലം. അപ്പൊ ആ ഭഗവതി 8 കൈകളിൽ ആയുധങ്ങളുമായിട്ട് ആകാശത്തിൽ എങ്ങനെയാണ് ദർശനം കൊടുത്തത് എന്ന് പറയാണ്. ദിവ്യസ്രകംബരാലേപരത്നാഭരണഭൂഷിത ധനുശൂല ഇഷു ചർമാസി ശംഖചക്രഗദാധര. ദിവ്യസ്രകംബരാലേപരത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര. ആ ദേവിയുടെ 2 വിശേഷണങ്ങളാണിത്. എന്തൊക്കെയാണ്? ഏതൊക്കെ ഭാവത്തില്? ദിവ്യമായ സ്രക്ക്, സ്രക്കെന്നാൽ മാല. അപ്പൊ ദിവ്യമാല എന്ന് പറഞ്ഞാലോ, ദേവലോകത്ത് ഭവിച്ച പാരിജാതാദി പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാല. ഭൂമിയിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാലയല്ല, ദേവലോകത്തു നിന്നുള്ള പൂക്കൾ കൊണ്ടുള്ളതായിട്ടുള്ള സ്രക്ക് അഥവാ മാല. അമ്പരം, ദിവ്യമായിട്ടുള്ള അമ്പരം, നല്ല പട്ടു വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആലേപം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പുരട്ടുന്നതായിട്ടുള്ള കുറിക്കൂട്ടുകള്, നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ, കസ്തൂരി, കുങ്കുമം, ചന്ദനം മുതലായതൊക്കെ ദേഹത്തിൽ പൂശിയിട്ടുണ്ട്. രത്നാഭരണഭൂഷിത, വിവിധങ്ങളായ ആഭരണങ്ങൾ പല അവയവങ്ങളിലും, കിരീടവും കർണകുണ്ടലങ്ങളും മറ്റേ കഴുത്തിൽ അനേക രത്നങ്ങൾ പതിച്ച മാലകളും, കൈകളിൽ വളകളും, അങ്കദങ്ങളും, കേയൂരങ്ങളും, അരഞ്ഞാളവും പാദസരവും എല്ലാം ആയിക്കൊണ്ട് അതാണ് രത്നാഭരണഭൂഷിത, രത്നാഭരണങ്ങൾ കൊണ്ട് അലങ്കൃതയുമായിട്ടുള്ളവൾ. അപ്പൊ ദിവ്യമായ സ്രക്ക്, ദിവ്യമായ അമ്പരം, ദിവ്യമായ ആലേപം, രത്നാഭരണങ്ങൾ ഭൂഷണമായിട്ട് അങ്ങനെയുള്ള ഭാവത്തിലും ധനു ശൂല ഇഷു ചർമ്മ അസി ശംഖ ചക്ര ഗദാധര ഇതെല്ലാം ധരിച്ചിട്ടുണ്ട്, ധരിച്ചിരിക്കുന്നു. എത്ര കൈയാണ്? 8 കൈ. അപ്പൊ 8 കൈയില് 8 ആയുധങ്ങൾ എന്തൊക്കെയാണ്? ധനുഹു ശൂല ഇഷു ചർമ്മ അസി ശംഖ ചക്ര ഗദ. 8 കൈയില് 8 ആയുധങ്ങൾ. ധനു എന്ന് പറഞ്ഞാൽ വില്ല്, മനോരൂപേക്ഷു കോദണ്ഡ, അല്ലെ? ശൂലം, ദേവിയുടെ കയ്യില് ത്രിശൂലമുണ്ട്.
ത്രിഗുണങ്ങളുടെ പ്രതീകമായിട്ടുള്ള 3 മുനകളോട് കൂടിയതായിട്ടുള്ള ശൂലം. ഇഷു, ദേവിയുടെ കയ്യിൽ അമ്പുണ്ട്, അസ്ത്രമുണ്ട്. ചർമ്മം എന്നാൽ പരിചയാണ്, വാളും പരിചയം. അതിന് ചർമ്മ അസി, അസി എന്നാൽ വാള്. അപ്പൊ വാളും പരിചയമുണ്ട്. ശംഖം, ഒരു കയ്യില് ശംഖമുണ്ട്. ചക്രമുണ്ട്, ഒരു കയ്യില് ഗദയുണ്ട്. അപ്പോ വൈഷ്ണവ ആയുധങ്ങളെല്ലാം ഉണ്ട്. വിഷ്ണുവിന്റെ അംശം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ശംഖചക്ര ഗദയൊക്കെ ധരിക്കുന്നത്. അപ്പൊ അങ്ങനെ ധനുശൂലേഷു ചർമാസി ശംഖചക്ര ഗദാധര, ഈ 8 കൈകളിൽ 8 ആയുധങ്ങളും ധരിച്ചവളായി, ദിവ്യമായ അലങ്കാരങ്ങളോടുകൂടിയവളായി. സിദ്ധചാരണ ഗന്ധർവൈഹി അപ്സര കിന്നരോരകൈഹി ഉപാഹൃതോരു ബലിഭി സ്തൂയമാനേതമബ്രവീത്. സിദ്ധചാരണ ഗന്ധർവൈഹി അപ്സര കിന്നരോരകൈഹി ഉപാഹൃതോരു ബലിഭി സ്തൂയമാനേതമബ്രവീത്. ദേവി സിദ്ധചാരണ ഗന്ധർവൈഹി അപ്സര കിന്നര ഉരകൈഹി ഉപാഹൃത ഉരുബലിഭി. അപ്പൊ ഉപാഹൃത ഉരുബലിഭി, ഉരുബലികൾ എന്ന് പറഞ്ഞാൽ ബഹുബലിഭി, അനേകം ബലികൾ. ബലികൾ എന്നാൽ പൂജാദ്രവ്യങ്ങൾ, കാഴ്ച വസ്തുക്കൾ. അത് ഉപാഹൃതം എന്ന് വെച്ചാൽ ഉപഹാരമായി കൊണ്ടുവന്നിട്ടുണ്ട്. ദേവിക്ക് സമ്മാനിക്കാനായിക്കൊണ്ട് വിവിധങ്ങളായ ദ്രവ്യങ്ങള് ദേവിക്ക് കാഴ്ച വസ്തുക്കളായി ബലിയായി കൊണ്ടുവന്നിട്ടുണ്ട്, പൂജാദ്രവ്യങ്ങളായി കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ? സിദ്ധചാരണ ഗന്ധർവന്മാര്, സിദ്ധചാരണന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര് ഒക്കെ ദേവാംശന്മാരാണ്. അതുപോലെ അപ്സരസുകള്, കിന്നരന്മാര്, ഉരകങ്ങൾ എന്ന് പറയുന്ന ദേവവർഗം, ഇതൊക്കെ ദേവവർഗത്തിൽപ്പെട്ട ആളുകള് ദേവിയെ സേവിക്കുവാനായിക്കൊണ്ട് ദേവിയുടെ ചുറ്റും വന്ന് നിന്നു ഉപഹാരങ്ങളുമായിട്ട് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. അതാണ് സ്തൂയമാന. സ്തൂയമാന, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവളായിട്ട് ഇതം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. ആ ദേവിയുടെ വാക്കുകളാണ് ഇനി വരുന്ന വാക്കുകൾ. അപ്പൊ ഇവരാലെല്ലാം പൂജിക്കപ്പെടുന്നവളും ആരാധിക്കപ്പെടുന്നവളും സ്തുതിക്കപ്പെടുന്നവളുമായിട്ട്, അത് ദേവിയുടെ ആ മഹാത്മ്യത്തെ, ഗാംഭീര്യത്തെ ഒന്നുകൂടെ കൂട്ടാനാണ്. ദേവിയുടെ സ്വയം രൂപം തന്നെ 8 കൈകളോടുകൂടി എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിച്ച് ദിവ്യങ്ങളായ ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ധരിച്ച്, ആയുധങ്ങളെല്ലാം 8 കൈയിലും ധരിച്ചു നിൽക്കുന്ന ആ ദേവി തന്നെയുള്ള ഭാവം തന്നെ ഗംഭീരം. അതിനൊന്നുകൂടെ പൊലിപ്പിക്കാനായി, മാറ്റുകൂട്ടാനായിട്ട് ഈ പറഞ്ഞ ദേവവർഗത്തിൽപ്പെട്ട എല്ലാവരും ചുറ്റും നിന്ന് ദേവിക്ക് ജയ ജയ എന്ന് വിളിക്കണം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നൊക്കെ എല്ലാവരും വിളിച്ചു പോകുന്നുണ്ട്. സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ ദേവിയെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ ദേവിയുടെ ആ ഗാംഭീര്യം ഒന്നുകൂടെ ആ ജഗതീശ്വരിയുടെ ഭാവം പ്രകടമാക്കുന്നു. അങ്ങനെ ദേവി ഇപ്രകാരം പറഞ്ഞു. ഇതം അബ്രവീത്. കിം മയാ ഹതയാ മന്ദ ജാതക്കലു തവാന്തകൃത് യത്ര ക്വമാ പൂർവശത്രുഃ മാഹിംസീ കൃപണാൻ വൃഥാ. കിം മയാ ഹതയാ മന്ദ ജാതക്കലു തവാന്തകൃത് യത്ര ക്വമാ പൂർവശത്രുഃ മാഹിംസീ കൃപണാൻ വൃഥാ. മന്ദ തന്നെ വിളിക്കുന്നത്. ഹേ മന്ദബുദ്ധേ, മന്ദഭാഗ്യ. കാരണം നിനക്ക് വിചാരം ഒട്ടുമില്ല. പെൺകുട്ടിയാണെന്ന് കണ്ടിട്ടും നിന്റെ സഹോദരിയായിട്ടും അവൾ എത്രയെത്ര കെഞ്ചിയിട്ടും നിന്റെ അശരീരിയെക്കുറിച്ച് നീ ഒന്ന് ഓർത്താൽ തന്നെ പോരെ. അശരീരി സത്യമല്ല. ഇപ്പോ 8ാമത്തെ കുട്ടി ആൺകുട്ടിയാണെന്നാണ് അശരീരി പറഞ്ഞത്. ഇപ്പോ പെൺകുട്ടിയാണ്. അപ്പൊ അത് മാറിയിട്ടുണ്ട്. ആൺകുട്ടി നിന്നെ കൊല്ലുന്നാ പറഞ്ഞത്. അപ്പൊ പെൺകുട്ടി കൊല്ലില്ലല്ലോ. ഈ വിവേകമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്പമെങ്കിലും ആലോചനാ സാമർഥ്യം ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ പണിക്ക് പുറപ്പെടുവോ? അപ്പൊ നീ മന്ദൻ തന്നെയാണ്. നിന്റെ സ്വാർത്ഥത നിന്റെ ബുദ്ധിയെ അങ്ങനെ മന്ദീഭവിച്ചിരിക്കണോ, ചിന്തിക്കാൻ കഴിവില്ലാതെ മൂഢനായിരിക്കണോ നീ. ഹേ മൂഢാ, മയാ ഹതയാ കിം. കൊല്ലപ്പെട്ട എന്നെ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണ്? അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെട്ടിട്ട് നിനക്ക് എന്ത് കാര്യം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ നിരപരാധിയായ എന്നെ കൊന്നിട്ട്, ഒരു സ്ത്രീയെ കൊന്നിട്ട് നിനക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? കാരണം പ്രയോജനരഹിതമാണ്. വെറുതെ വ്യർത്ഥമായി പോകും നിന്റെ ഈ ക്രൂരകർമ്മം. വെറുതെ പാപമാർജിക്കാം. പെൺകുട്ടിയെ പ്രസവിച്ച ഉടനെയുള്ള ശിശുഹത്യ, അതും
ചെറിയ പെൺകുട്ടി, സഹോദരീപുത്രി, അങ്ങനെയുള്ള പാപത്തിനെ കൊന്നതിന്റെ വലിയ പാപം തലയിൽ ചുമക്കാന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. കാരണം നിന്റെ അന്തകൻ ഞാനല്ല, അത് വേറൊരിടത്ത് ജനിച്ചിട്ടുണ്ട്. അതാണ് ജാതഃ ഖലു തവ അന്ധകൃത്ത്. തവ അന്ധകൃത്ത്, നിന്റെ അന്തത്തെ ചെയ്യുന്നവൻ, നിനക്ക് അന്തകനായിരിക്കുന്നവൻ ജാതഃ വേറെ എവിടെയോ ജനിച്ചിട്ടുണ്ട്. എത്രക്വവ, കൃത്യം അഡ്രസ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. എത്രക്വവ, എവിടെയോ ജനിച്ചിട്ടുണ്ട്, നിനക്കുള്ള അന്തകൻ ജനിച്ചിട്ടുണ്ട്, എവിടെയാണെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ആരാവൻ? പൂർവശത്രുഹു, നിന്റെ പൂർവശത്രു തന്നെ, വിഷ്ണു തന്നെ. നീ പൂർവം കാലനേമിയായിരുന്നില്ലേ? നിന്റെ അന്തകനായ പൂർവശത്രുവായ വിഷ്ണു. അപ്പോ ജന്മാന്തര ശത്രുതയുള്ള ആളാണ്, നിന്നെ വിടാൻ പോണില്ല, നിന്നോട് ദയ കാണിക്കാൻ പോകുന്നില്ല. പൂർവശത്രു, അവനാൽ നീ കൊല്ലപ്പെടും, ഉറപ്പാണ്. അപ്പൊ എന്നെ വെറുതെ ഉപദ്രവിച്ചിട്ട് നിനക്കൊരു കാര്യവുമില്ല. അതുപോലെ ഇനിയും നീ ആരെയും ഉപദ്രവിക്കാതിരിക്കെ നിരപരാധികളെ. മാ ഹിംസീഹി കൃപണാൻ വൃഥ, കൃപണാൻ മാ വൃഥാ ഹിംസീഹി. കൃപണന്മാർ, ദീനന്മാരായ പാവങ്ങളെ, കൊച്ചുകുട്ടികളെ, അതുപോലെ ഇവരെ പോലെയുള്ള വസുദേവരെ പോലെ, ദേവകിയെ പോലെയുള്ള ദീനന്മാരായിട്ടുള്ള പരവശന്മാരായിട്ടുള്ള ആളുകളെ വൃഥാ മാ ഹിംസീഹി, വെറുതെ ഉപദ്രവിക്കരുത്, കൊന്നുകളയരുത്. അത് നിനക്ക് പാപമാർജിക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. നിന്റെ മൃത്യുവിനെ കൂടുതൽ വേഗത്തിൽ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. നീ എത്രത്തോളം ക്രൂരനാവുന്നുവോ, എത്രത്തോളം പാപകർമ്മങ്ങൾ ചെയ്യുന്നുവോ, അത്രത്തോളം വേഗം നിന്റെ അന്തകൻ നിന്റെ അടുത്തേക്ക് വരും. ഇതൊക്കെയാണ് സൂചന. കിം മയാ ഹതയാ മന്ദ ജാതഃ ഖലു തവാന്തകൃത യത്ര ക്വ വാ പൂർവശത്രുഃ മാ ഹിംസീഹി കൃപണാൻ വൃഥാ. അപ്പൊ കൃപണന്മാരെ, പാവങ്ങളെ, ദീനന്മാരായിട്ടുള്ളവരെ മാ ഹിംസീഹി വൃഥാ, വെറുതെ ഒരു പ്രയോജനമില്ലാതെ കൊന്നുകളയാതെ, പാപം വർദ്ധിപ്പിക്കാതെ. ഇതി പ്രഭാഷ്യതം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമ നികേതേഷു ബഹുനാമാ ബഭൂവഃ. ഇതി പ്രഭാഷ്യതം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമ നികേതേഷു ബഹുനാമാ ബഭൂവഃ. ഇതി പ്രഭാഷ്യതം ദേവി മായാ ഭഗവതി. ആ ദേവി, ദിവ്യമായ അവതാരം എടുത്ത് ലീല ചെയ്യുന്നവളും ഭഗങ്ങളോടുകൂടിയവൾ ഭഗവതി. മായ തന്നെയാണ്, യോഗമായാദേവി തന്നെയാണ് ആ ദേവി. ഇതി തം പ്രഭാഷ്യ, ഇപ്രകാരം അവനോട് പറഞ്ഞിട്ട്, കംസനോട് പ്രഭാഷണം ചെയ്ത്, പ്രകർഷേണ ഭാഷണം കൃത്വ, വ്യക്തമായി പറഞ്ഞിട്ട് എന്നർത്ഥം. ഭുവി, ഭൂമിയില്, ബഹുനാമ നികേതേഷു, പല പേരുകളിലുള്ള നികേതനങ്ങളിൽ, വാസസ്ഥാനങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, ബഹുനാമാ ബഭൂവ, വിവിധങ്ങളായ പേരുകളോടുകൂടിയവളായിട്ട് ഭവിച്ചു. ഹ, ആശ്ചര്യം എന്നർത്ഥം. അവിടെ ഭഗവാന്റെ വാക്കുകൾ സത്യമായി എന്ന് താല്പര്യം. ഭഗവാൻ യോഗമായാദേവിയെ വൈകുണ്ഠത്തിൽ വെച്ച് വിളിച്ച് പറഞ്ഞിരുന്നു, നീ ഭൂമിയിൽ ചെന്ന് ഇന്നതൊക്കെ ചെയ്യൂ, അത് കഴിയുമ്പോ നിന്നെ അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം, നിന്നെ മനുഷ്യന്മാർ അർച്ചിക്കും, നിന്നെ പല പേരുകളിൽ അവർ വിളിക്കും. ദുർഗേതി, ഭദ്രകാളീതി, അല്ലെ, വിജയ മുതലായിട്ടുള്ള അനേക പേരുകളിൽ 14 പേരുകൾ നമ്മൾ കണ്ടു. ആ പേരുകളെ കൊണ്ട് നിന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കും. അപ്പൊ ആ ഭഗവാൻ പറഞ്ഞത് ഇവിടതാ പിന്നീട് സത്യമായി എന്ന് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണം. ഇതി പ്രഭാഷ്യതം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമ നികേതേഷു ബഹുനാമാ ബഭൂവഃ. തയാ വിഹിതമാകർണ്യ കംസഃ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ ബ്രവീത്. തയാ വിഹിതമാകർണ്യ കംസഃ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ ബ്രവീത്. തയാ അഭിഹിതം ആകർണ്യ കംസഃ പരമവിസ്മിതഃ. തയാ ദേവ്യ അഭിഹിതം, നല്ലതുപോലെ പറയപ്പെട്ടത്, തന്റെ നേർക്ക് നോക്കി പറഞ്ഞത്.
അത് കേട്ടിട്ട് ആകർണ്യ നന്നായി കേട്ടു, അടുത്തു തന്നെ കേട്ടു, വ്യക്തമായി കേട്ടു. ആരാ? കംസൻ. പരമവിസ്മിത, വിശ്വസിക്കാനാവുന്നില്ല, അത്യന്തം ആശ്ചര്യം. താൻ ആൺകുട്ടിയാണെന്ന് വിചാരിച്ച് വന്നു, അത് തന്നെ വിസ്മയമായി പെൺകുട്ടിയായി പോയി, അശരീരി തെറ്റിപ്പോയി. ആ പെൺകുട്ടിയെ കൊല്ലാനായി കാലിൽ പിടിച്ച് കല്ലിലേക്ക് എറിഞ്ഞതാണ്, അടിച്ചതാണ്. പക്ഷെ അത് തന്റെ കയ്യിൽ നിന്ന് കുതറി പുറത്തേക്ക് പോയി, അതും വിസ്മയം. അത് കഴിഞ്ഞ് കാണപ്പെട്ട രൂപം, അത് അതിലും വിസ്മയം. 8 കൈകളോടുകൂടി, എല്ലാ അലങ്കാരങ്ങളോടും കൂടി സാക്ഷാൽ പരാശക്തി ദേവന്മാരാലെല്ലാം സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആകാശത്തിൽ ദർശിച്ചു. അത് അത്യന്ത വിസ്മയം. ഒന്നും വിശ്വസിക്കാൻ കൊള്ളുന്നില്ല. താൻ കാണുന്നത് സത്യമാണോ അതോ സ്വപ്നം കാണുകയാണോ എന്നൊക്കെയുള്ള ഭാവമാണ് ഇവിടെ വിസ്മയം. അങ്ങനെ ആ ദേവിപ്പത പച്ചയ്ക്ക് തന്റെ മുഖത്ത് നോക്കി ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. നീ എന്നെ കൊന്നിട്ട് എന്ത് കാര്യോടാ പൊട്ട മന്ദ, നിന്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട്, നീ വെറുതെ നിരപരാധികളെ ഉപദ്രവിക്കാതെ എന്നും ദേവി ഒരു ഉപദേശവും കൊടുത്തു. അപ്പൊ ഇതൊക്കെ ആയിട്ട് ആകെ പരിഭ്രമിച്ച് വിസ്മയിച്ച് വായും പൊളിച്ച് നിൽക്കുകയാണ്. എന്തായാലും ദേവിയുടെ പാദത്തിൽ സ്പർശിച്ചു, കൊല്ലാനായിട്ടാണെങ്കിലും. ആ ഒരു ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം നല്ല ബുദ്ധി ഉണ്ടായി. ആ സത്സംഗം കൊണ്ട്, ആ യോഗമായ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തൽക്കാലം നല്ല ബുദ്ധി ഉണ്ടായി. എന്തുണ്ടായി? ദേവകിയും വസുദേവം ച വിമുച്യ. ആ ദേവകിയെയും വസുദേവരെയും, അപ്പൊ ആദ്യം അനുജത്തിയെ മോചിപ്പിച്ചു. അയ്യോ പാവം, എന്റെ അനുജത്തി എത്ര കാലമായി ചങ്ങലയിൽ കിടക്കണു. സങ്കടം തോന്നി, ദയ തോന്നി, മോചിപ്പിച്ചു. പിന്നെ വസുദേവരെ മോചിപ്പിച്ചു. പ്രസൃത വിനയാന്വിത, ഭാവം മാറി, ആകെ ഇപ്പൊ നല്ലവനായി മാറി. അങ്ങനെ വിനയാന്വിതനായി അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. വളരെ നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഭാവത്തില് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല മൂഡ് വന്നു അദ്ദേഹത്തിന്. ക്രൂരതയൊക്കെ പോയി, അനുജത്തിയോടുള്ള ശത്രുതയൊക്കെ പോയി. വളരെ വിനയത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു. എന്താ പറയുന്നത്? അഹോ ഭഗിന്യഹോ ഭാമ മയാവാം ഭഗപാത്മന പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാസുതാ. അഹോ ഭഗിന്യഹോ ഭാമ മയാവാം ഭഗപാത്മന പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാസുതാ. ആ ആശ്ചര്യത്തെ സൂചിപ്പിക്കുകയാണ്. അഹോ അഹോ, എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല, വാക്കുകളില്ല. ആകെ എക്സൈറ്റഡ് കൂടിയാണ് അദ്ദേഹം. അഹോ ഭഗിനി സഹോദരി, അനുജത്തി. അഹോ ഭാമ, അല്ലയോ സഹോദരി ഭർത്താവേ. വസുദേവരെ നോക്കി പറയുന്നതാണ് ഭാമ, സഹോദരി ഭർത്താവിനെയാണ് ഇവിടെ ഭാമൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അല്ലയോ സഹോദരി, അല്ലയോ സഹോദരി ഭർത്താവേ. മയ, എന്നാൽ, എങ്ങനെയുള്ള ഞാൻ, പാപ്മനാമയ, മഹാപാപിയായ എന്നാൽ, ക്രൂരഹൃദയനായ എന്നാൽ എന്ത് ചെയ്തു? വാം, നിങ്ങളുടെ പുരുഷാദഹ ഇവ അപത്യം ബഹവോ ഹിംസിതാഹ സുതാഹ. നിങ്ങളുടെ അപത്യങ്ങളെ, നിങ്ങളുടെ സന്തതികളെ, ബഹവഹ, അല്ലെങ്കിൽ നിങ്ങളുടെ ബഹവഹ സുതാഹ ഹിംസിതാഹ, നിങ്ങളുടെ അനേക കുട്ടികളെ, സുതന്മാരെ എന്നാൽ ഹിംസിക്കപ്പെട്ടു. ഇവിടെ അപത്യം എന്നുള്ളത് പുരുഷാദഹ ഇവ എന്നുള്ളതിനോട് ചേർക്കാം. അപ്പോ മയാ വാം ബഹവഹ സുതാഹ ഹിംസിതാഹ, എന്നാൽ നിങ്ങളുടെ അനേക സന്തതികൾ ഹിംസിക്കപ്പെട്ടു, അനേക പുത്രന്മാർ കൊല്ലപ്പെട്ടു. ഇവിടെ വാം എന്നുള്ളത് ഷഷ്ടി ദ്വിവചനം, യുവയോഹോ എന്ന അർത്ഥത്തിൽ. നിങ്ങളുടെ രണ്ടുപേരുടെയും ബഹവഹ സുതാഹ ഹിംസിതാഹ, ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലപ്പെട്ടു. ഏതുപോലെ? പുരുഷാദഹ അപത്യം ഇവ. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. പുരുഷാദഹ അപത്യം ഇവ. പുരുഷാദഹ എന്ന് പറഞ്ഞാല് പുരുഷാൻ അത്തീതി പുരുഷാദഹ, മനുഷ്യരെ തിന്നുന്നവർ രാക്ഷസന്മാർ. രാക്ഷസന്മാരുടെ പര്യായമാണ് പുരുഷാദഹ. മനുഷ്യരെ തന്നെ തിന്നുന്നവർ, അധിക്കുന്നത് കൊണ്ട് അധഹ എന്നുള്ള പ്രയോഗം. മാംസാദഹ, ക്രവ്യാദഹ എന്നൊക്കെ പറഞ്ഞാൽ മാംസം ഭക്ഷിക്കുന്നവർ എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ പുരുഷാദഹ ഇവ, ഏതുപോലെ? അപത്യം ഇവ, സ്വന്തം അപത്യത്തെ തിന്നുന്നവരാണ് ആര്? പുരുഷാദന്മാര് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ രാക്ഷസന്മാര്
അവരുടെ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിഞ്ചു ബാലന്മാരെ അവർ തന്നെ ശാപ്പിടുമായിരുന്നു. അങ്ങനെ സ്വന്തം കുട്ടികളെ തിന്നുന്നവരായിരുന്നു പണ്ടത്തെ രാക്ഷസന്മാര്. പിന്നീട് സാക്ഷാൽ ജഗദംബിക ഇത് കണ്ടിട്ട്, ദൃശ്യം കണ്ടിട്ട് കുട്ടികളോട് കരുണ തോന്നിയിട്ട് ഒരു സങ്കല്പം ചെയ്തു. അങ്ങനെ രാക്ഷസന്മാർക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിട്ടല്ല, വലിയ ശരീരത്തോടുകൂടി തന്നെ ജനിക്കാൻ തുടങ്ങി. അപ്പൊ കടിച്ചു തിന്നാൻ പറ്റില്ലല്ലോ, ചെറുതല്ലല്ലോ. അങ്ങനെ വലിയ ശരീരത്തോടു കൂടിയാണ് രാക്ഷസ കുട്ടികൾ ജനിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിൽ കഥയുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പുരുഷാതന്മാരെന്ന് പറഞ്ഞാൽ ഒരു ദാക്ഷിണ്യമില്ലാതെ സ്വന്തം അപത്യത്തെ തന്നെ തിന്നുന്ന മനസ്സാണ് ഈ രാക്ഷസന്മാർക്ക്. ഇപ്പൊ എന്താ ചെയ്തത്? തന്റെ തന്നെ കുട്ടികളാണല്ലോ. തന്റെ അനിയത്തിയുടെ മക്കളെന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. അങ്ങനെയുള്ള തന്റെ മക്കളെ കൊല്ലുന്നത് പോലെ, രാക്ഷസനെ പോലെ, രാക്ഷസന്മാരെ പോലെ ഒരുപാട് കുട്ടികളെ ഞാനും കൊന്നുകളഞ്ഞു. സ്വന്തം കുട്ടികളെ തിന്നുന്ന ക്രൂരരായിട്ടുള്ള രാക്ഷസന്മാരെ പോലെ. അതാണ് ഇവിടെ ഉപമിച്ച് പറഞ്ഞത്. കഷ്ടം കഷ്ടം എന്നും കൂടി ഈ അഹോ ശബ്ദത്തിന് അർത്ഥം. ആശ്ചര്യവും താൻ ചെയ്ത പ്രവൃത്തിയോടുള്ള നിന്ദാഭാവത്തെയും സൂചിപ്പിച്ചുകൊണ്ട് അഹോ ഭഗിന്യഹോ ഭാമ മയാവാംബത പാപ്മന പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാസുതാം സത്വഹം തെക്തകാരുണ്യഃ തെക്തജ്ഞാതിസുഹൃദ്ഗലഃ കാൻ ലോകാൻ വൈ ഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ സത്വഹം തെക്തകാരുണ്യഃ തെക്തജ്ഞാതിസുഹൃദ്ഗലഃ കാം ലോകാൻ വൈ ഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ സഹ തു അഹം തെക്തകാരുണ്യഃ. അപ്പൊ അങ്ങനെയുള്ള ഈ ഞാൻ തെക്തകാരുണ്യഃ, എല്ലാ കരുണ എന്നുള്ള നല്ല ഗുണങ്ങളെയും ത്യജിച്ചവൻ, ഉപേക്ഷിച്ചവൻ. തെക്തജ്ഞാതി സുഹൃത്ത്, രക്തബന്ധുക്കളായിരിക്കുന്ന ആളുകളെ പോലും സ്വാർത്ഥത കൊണ്ട് ത്യജിച്ചു. തെക്തജ്ഞാതി സുഹൃത്ത്, നല്ല ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഉപേക്ഷിച്ചവൻ, ത്യജിച്ചവൻ. ക്രൂരൻ. ഖലഃ ദുഷ്ടഃ, അത്യന്തം മൂഢഃ, ഒരു വിവേകവുമില്ലാത്തവൻ. അങ്ങനെ ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു, തെക്തകാരുണ്യനായി നിങ്ങളെ പീഡിപ്പിച്ചു. അങ്ങനെയുള്ള ഞാൻ കാം ലോകാൻ വൈ ഗമിഷ്യാമി. കാൻ ലോകാൻ, കാൻ എന്നുള്ളത് സന്ധി വന്നിട്ട് കാം ലോകാൻ എന്നാവുകയാണ്. കാൻ ലോകാൻ, ഏത് ലോകങ്ങളെയാണാവോ ഞാൻ ഗമിക്കുക, ഏത് നരകങ്ങളെയാണോ ഞാൻ പ്രാപിക്കുക എന്നർത്ഥം. ഏതുപോലെ ബ്രഹ്മഹ ഇവ. ബ്രഹ്മഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യ ചെയ്തവൻ, ബ്രാഹ്മണനെ ഹനിച്ചവൻ, ഉത്തമന്മാരായ ജ്ഞാനികളായ ബ്രാഹ്മണരെ ഹിംസിച്ച് ഹനിച്ചു കളഞ്ഞവൻ ബ്രഹ്മഹ. അപ്പൊ ബ്രഹ്മഹത്യ എന്നുള്ളതൊരു മഹാപാപമാണ്. അതുപോലെ തുല്യമായിട്ടുള്ളതാണ് ഈ ശിശുഹത്യയും. അപ്പൊ ബ്രഹ്മഹത്യ ചെയ്തിട്ടുള്ള ദുഷ്ടന്മാർ, പാപികൾ ഏതേത് നരകങ്ങളെ പ്രാപിക്കുമോ അതുപോലെ ഞാനും ഏതേത് ലോകങ്ങളെയാണാവോ പ്രാപിക്കാൻ പോകുന്നത്. മൃതഃ ശ്വസൻ, ഞാനിപ്പോ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ശ്വസൻ, ഇപ്പൊ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ഇനിയിപ്പോ മൃതഃ, മരിക്കും ഞാൻ. ഇപ്പൊ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ഇനി മരിച്ചാൽ, മൃതനായി കഴിഞ്ഞാൽ ഏതേത് ലോകങ്ങളെ ഞാൻ പ്രാപിക്കും. എന്റെ അവസാനത്തെ ശ്വാസം വലിച്ച് ഞാൻ ഇനി എന്റെ ശരീരം വിട്ടു പോകുമ്പോ ഏത് നരകങ്ങളിലേക്കാണാവോ പോകുക എന്നിങ്ങനെ അദ്ദേഹം സ്വയം പശ്ചാത്തപിക്കുന്നു, സ്വയം കുറ്റപ്പെടുത്തുന്നു. എന്തായാലും ദേവിയുടെ കാല് പിടിച്ചതുകൊണ്ട് ഇത്രയെങ്കിലും അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇനി അദ്ദേഹം ന്യായങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ 11 മണിക്ക് തുടരാം. അല്ലേ, അശരീരി പോലും നുണയായി പോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഞാനല്ല ഉത്തരവാദി എന്ന് പറയണം. എന്നെ കുറ്റപ്പെടുത്തരുത്, ആ അശരീരി എന്നെ പറ്റിച്ചതാ. നമുക്ക് നാളെ തുടരാം. ഇന്നിവിടെ നിർത്താം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ 11 മണിക്ക് കാണാം. ഹരി ഓം.